ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട ക്വിക്ക് റിവിഷൻ ആണ് കേട്ടോ. അതായത് +1 ജോഗ്രഫി 7 ചാപ്റ്ററാണ് വരുന്നത് അല്ലേ. ഈ 7 ചാപ്റ്ററിൻ്റെയും ക്വിക്ക് റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. അതായത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സും നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ടും ക്ലാസ് തന്നിട്ടുണ്ട്, റിവിഷൻ നോട്ടും തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് നോട്ട്സ് മാത്രം, അതായത് അതിൽ പ്രധാനമായിട്ടും വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. കാരണം ഇന്ന് നമുക്ക് ചാപ്റ്റർ വൈസ് എടുത്ത് നോട്ട്സ് തരാനുള്ള സമയമില്ല. കാരണം 10th പ്രിലിംസ് എക്സാമിന് ഇനിയിപ്പോൾ 3-4 സ്റ്റേജ് എഴുതുന്നവർക്ക് സമയമില്ല. അപ്പോൾ അവർക്കും കൂടിയും ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു നോട്ട്സ് മാത്രമായിട്ട് തരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഈ എല്ലാ ചാപ്റ്ററും ഞാൻ എടുത്ത് തരാം. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സും തരാം. അത് ഏതൊരു ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുന്നത് +1 ജോഗ്രഫി ആണല്ലോ, +2 ജോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി ഉണ്ട്. നമ്മൾ കമ്പനി കണ്ടിട്ടുണ്ടായിരുന്നു വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫിക്ക് എടുത്ത് തരാമെന്നുള്ളത് ഞാൻ എടുത്ത് തരാം. അതുപോലെ തന്നെ പിന്നെ ഇതാണ് നമ്മൾ ബയോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ ഇപ്പോൾ എക്കണോമിക്സ് നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടില്ല, നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഏതൊക്കെ വേണം വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നോട്ട്സ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, നമുക്കറിയാം രണ്ടാമത്തെ ഭാഗത്ത് ആദ്യത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ +1 ജോഗ്രഫിയിൽ ആദ്യത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒക്കെ വരുന്നത് എന്താണ്, വേൾഡ് ജോഗ്രഫിയാണ് കേട്ടോ. വേൾഡ് ജോഗ്രഫിയാണ് വരുന്നത്. രണ്ടാമത്തെ ഭാഗത്തിലാണ് ഇന്ത്യ ജോഗ്രഫി വരുന്നത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ ഇന്ത്യ സ്ഥാനമാണ്. ഈ ഒരു ചാപ്റ്റർ ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. 2 റിവിഷൻ നോട്ട് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. രണ്ടാമത്തെ ചാപ്റ്റർ എന്നാണ് ഘടനയും ഭൂപ്രകൃതിയുമാണ്. അതിൻ്റെ ക്ലാസ്സും നമ്മൾ അതിൻ്റെ നോട്ടും തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചാപ്റ്റർ നീരൊഴുക്ക് വ്യൂഹം, അതിൻ്റെ നോട്ടും നമ്മൾ തന്നിട്ടുണ്ട്. ഇനി 4ാമത്തെ ചാപ്റ്റർ കാലാവസ്ഥ, 5ാമത്തെ ചാപ്റ്റർ സ്വാഭാവിക സസ്യജാലങ്ങൾ, 6ാമത്തെ ചാപ്റ്റർ മണ്ണ്, 7ാമത്തെ ചാപ്റ്റർ എന്താണ് പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഭാഗം 2മായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചോദ്യങ്ങൾ, പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞല്ലോ ക്വിക്ക് റിവിഷൻ ആണ്, എന്തായാലും പഠിച്ചു വെച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഏതൊക്കെ ഭാഗമാണ് നമുക്ക് പഠിക്കേണ്ടതെന്ന് അറിയാനുള്ളൊരു ക്ലാസ്സും കൂടിയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് കൂടിയും ചെയ്യാം കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് നന്നായി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും എന്താണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റർ നമ്മൾ 2 റിവിഷൻ ക്ലാസ് ഉൾപ്പെടെയാണ് തന്നിരിക്കുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയ കാരണമാണ് വീണ്ടും അതിൻ്റെ ക്ലാസ്സുകൾ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സുകൾ എന്തായാലും കാണാം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും അത് ഉപകാരപ്രദമാവും കേട്ടോ. NCERT ചോദിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആ ഒരു ക്ലാസ്സുകളൊക്കെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു, ഇന്ത്യ സ്ഥാനം എന്നാണ് അല്ലേ. ഇന്ത്യയുടെ പ്രധാന കരഭാഗം എവിടെ മുതൽ എവിടം വരെയാണ്, വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയാണ്. കിഴക്ക് നോക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയാണ്. അപ്പോൾ ഇന്ത്യയുടെ കരഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയുടെ രാജ്യാന്തര സമുദ്ര അതിർത്തി തീരത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് 21.9 കിലോമീറ്റർ ദൂരം വരെയാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമുദ്ര അതിർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരത്ത് നിന്ന് എത്ര നോട്ടിക്കൽ മൈലാണ്, 12 നോട്ടിക്കൽ മൈലാണ്, അതായത് 21.9 കിലോമീറ്റർ ദൂരമാണ്. ഇനി ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെയാണ് അല്ലേ. നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ 10th ലെവൽ എക്സാമുകളിലൊക്കെ എപ്പോഴും കയറി വരാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്, 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെയാണ് അല്ലേ. നോർത്താണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. ഇനി രേഖാംശ വ്യാപ്തി നോക്കുകയാണെന്നുണ്ടെങ്കിലോ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയാണ്. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8-4 നോർത്തും 37-6 നോർത്ത്. രേഖാംശ വ്യാപ്തിയോ 68-7 ഈസ്റ്റും 97-25 ഈസ്റ്റും. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്, 3214 കിലോമീറ്റർ ആണ് അല്ലേ. ഇന്ത്യയുടെ
ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ ആണ്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ദൂരം നോക്കുകയാണെങ്കിലോ 2933 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ ആണ്, അല്ലെങ്കിൽ 3214 എന്നാണ് നമ്പർ പഠിച്ചു വെച്ചിരിക്കുക. കിഴക്ക് പടിഞ്ഞാറ് ദൂരം നോക്കുകയാണെങ്കിൽ 2933 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉഷ്ണമീതോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് ഭാഗം എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. ഇനി വടക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ ഉഷ്ണമീതോഷ്ണ മേഖലയിലുമാണ്. ഇന്ത്യയുടെ മാനക രേഖാംശമൊക്കെ കറക്റ്റ് ടേബിളിൽ എടുത്തിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് അല്ലേ? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാളും എത്ര മണിക്കൂറാണ് മുന്നിൽ വരുന്നത്? ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാളും 5.5 മണിക്കൂറിൽ 5 മണിക്കൂറും 30 മിനിറ്റ് മുന്നിലാണ്. ഇനി വലിപ്പത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? വലിപ്പത്തിൽ നോക്കുകയാണെങ്കിൽ 7ാം സ്ഥാനമാണുള്ളത് അല്ലേ? വലിപ്പത്തിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണുള്ളത്. ക്ലിയർ ആണല്ലോ. ഇനി വിസ്തീർണം എത്രയാണ്? വിസ്തീർണം 3.28 ദശലക്ഷം കിലോമീറ്റർ ആണ്. അല്ലെങ്കിൽ ഇത് നമ്പർ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം 32, 87, 260 അല്ലേ? അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വിസ്തീർണം എത്രയാണ്? 3.28 ദശലക്ഷം കിലോമീറ്റർ ആണ്. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.4%. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.4%. ഇന്ത്യയുടെ ഏകദേശം പകുതിയായി വിഭജിക്കുന്ന മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ ഏകദേശം പകുതി ഭാഗത്ത് വിഭജിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ പ്രധാനമായിട്ടും കടന്നു പോകുന്ന രേഖ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഉത്തരായന രേഖയാണ് അല്ലേ? ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്താണ്. ഇനി ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഉത്തരായന രേഖ കടന്നു പോകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ക്ലിയർ ആണല്ലോ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഇന്ത്യ വരുന്നുണ്ട്, പാകിസ്ഥാൻ വരുന്നുണ്ട്, പിന്നെ നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും അല്ലേ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അല്ലേ? നമുക്ക് ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് പാകിസ്ഥാൻ കാണാം അല്ലേ? ഈ ഒരു ഭാഗത്തായിട്ട് അഫ്ഗാനിസ്ഥാൻ കാണും, പിന്നെ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ തന്നെ പിന്നെ ഏതൊക്കെയാണ്? ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലദ്വീപ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? എത്ര അയൽ രാജ്യങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ? 9 അയൽ രാജ്യങ്ങളാണുള്ളത്. ഇതിൽ കര അതിർത്തി പങ്കിടുന്നത് ചോദിക്കുകയാണെങ്കിൽ 7 ആണ്. ഇനി കര അതിർത്തി പങ്കിടുന്നത് ചോദിക്കുകയാണ്, എടുത്തെടുത്ത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 7 ആണ് വരുന്നത് കേട്ടോ. കര അതിർത്തി പങ്കിടുന്നത് 7 എണ്ണമാണ്. ബാക്കി 2 എണ്ണം മാലദ്വീപും ശ്രീലങ്കയും എന്താണ്? ദ്വീപ് രാഷ്ട്രങ്ങളാണ്. മാലദ്വീപും ശ്രീലങ്കയും എന്താണ്? ദ്വീപ് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഇന്ത്യയിലെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലദ്വീപ്. ഇതിൽ ശ്രീലങ്കയും മാലദ്വീപും എന്താണ്? ദ്വീപ് രാഷ്ട്രങ്ങളാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇനി ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ്. ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുന്ന കടലിടുക്ക് ചോദിക്കുകയാണെങ്കിൽ പാക് കടലിടുക്കാണ്. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മാന്നാറും ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്ന് വേർതിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയാം? ഗൾഫ് ഓഫ് മാന്നാറും അതുപോലെ തന്നെ പാക് കടലിടുക്കുമാണെന്ന് പറയാം. ഇനി ഇന്ത്യ അതിർത്തികൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ വടക്ക് ഏതാണ്? ഹിമാലയ പർവ്വതമാണ്. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 3 ക്ലാസ്സുകളോളം എടുത്ത് തന്നിട്ടുള്ളതാണ്. അതിനാൽ തന്നെയാണ് ഞാൻ വീണ്ടും എടുത്ത് റിപ്പീറ്റ് അടിച്ച് പറയാത്തത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ അതിർത്തികൾ വരുന്നത്? ഏതൊക്കെയാണ്? വടക്ക് നോക്കുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ ഇതാണ് ഹിമാലയ പർവ്വതമാണ്. തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്. കിഴക്കാണെങ്കിൽ എന്താണ് ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറ് അറബിക്കടലാണ്. ഇനി എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത് അല്ലേ. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, പോണ്ടിച്ചേരി. ഇനി ഇന്ത്യയുടെ ഭാഗമായ 2 ദ്വീപസമൂഹങ്ങളാണുള്ളതിൽ ഏതൊക്കെയാണ്? അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബറും. അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബറും. ഇനി ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇനി വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണല്ലേ. തെക്കേറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? പടിഞ്ഞാറേറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നും കൂടി ഇട്ട് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. തെക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇതിൻ്റെ ഒരു 2ാമത്തെ റിവിഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് PSCയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി 2ാമത്തെ ചാപ്റ്റർ വരുന്നത് ഇന്ത്യ ഘടനയും ഭൂപ്രകൃതിയുമാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇന്ത്യയുടെ ഭൗമവിഭാഗങ്ങൾ. ഇന്ത്യയുടെ ഭൗമവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം മുതൽ പറയുന്നത് 3 ഭൗമവിഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. ഉപദ്വീപീയ ഭാഗം, ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ഓരോന്നും. എന്താണ് ഉപദ്വീപീയ ഭാഗം, അതുപോലെ തന്നെ ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൗമവിഭാഗങ്ങൾ. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 6 എണ്ണാണ് വരുന്നത്. അതിൽ ഒന്നാമത്തേത് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും? ഉത്തര പർവ്വത മേഖല എന്നായിരിക്കും അല്ലേ. അപ്പോൾ വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ വരുന്നുണ്ട്. ഇനി ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. നെക്സ്റ്റ് എന്താണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ? ഈ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ വരുന്നവ ഏതൊക്കെയാണ്? ഹിമാലയ പർവ്വതവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ കുന്നുകളാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ ഈ വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഹിമാലയ പർവ്വതം വരുന്നുണ്ട്. അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ കുന്നുകളും വരുന്നുണ്ട്. ഭൂപ്രകൃതി പർവ്വതനിരകളുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയ പർവ്വതത്തെ 5 ഉപവിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. അതായത് ഹിമാലയ പർവ്വതത്തെ നമുക്ക് എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം? 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. അപ്പോൾ എന്താ പഠിച്ചത്? വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിലാണ് ഹിമാലയ പർവ്വതവും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ കുന്നുകളും വരുന്നത്. ഇനി ഹിമാലയത്തെ നമുക്ക് എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും? 5 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. കാശ്മീർ ഓർ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഇതിലെ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കരേവാസ് എന്ന് പറയുന്ന ഒരു മണ്ണിലെ കരേവാസ് എന്ന് പറയുന്ന മണ്ണ് വരുന്നത്. ഈ കരേവാസ് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണായിട്ടുള്ള ഈ കരേവാസ് മണ്ണ് എവിടെയാണ് കാണപ്പെടുന്നത്? കാശ്മീർ ഹിമാലയത്തിലാണ്. നെക്സ്റ്റ് ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുമ്പോൾ ഗ്രേറ്റ് ഹിമാലയൻ നിര, അതുപോലെ തന്നെ ലെസർ ഹിമാലയൻ നിര, സിവാലിക് നിര എന്നിങ്ങനെ ഹിമാലയത്തിൻ്റെ 3 പ്രധാനപ്പെട്ട നിരകളുണ്ട്. അതായത് ഹിമാചൽ സിവാലിക് എന്ന് പറയുന്നത് ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് വരുന്നത്. ഹിമാദ്രിനെയാണ് നമുക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹിമാലയൻ നിര എന്ന് പറയുന്നത്. ലെസർ ഹിമാലയൻ നിര എന്ന് വെച്ചാൽ ഇതാണ് ഹിമാചലാണ്. സിവാലിക് എന്ന് പറയുന്നത് എന്താണ് ഔട്ടർ
ഹിമാലയമാണ് അല്ലേ, ഔട്ടർ ഹിമാലയമാണ്. നെക്സ്റ്റ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ എന്താ വരുന്നത്? പ്രധാനമായിട്ടും ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻജംഗ എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗ ഈ വിഭാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് അരുണാചൽ ഹിമാലയം. അരുണാചൽ ഹിമാലയത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അവിടുത്തെ കൃഷിരീതിയാണ് പഠിക്കേണ്ടത്. ഇതാണ് മിക്ക ഗോത്ര സമൂഹങ്ങളും ജൂമിങ് കൃഷി പിന്തുടരുന്നുണ്ട്, അതായത് വെട്ടിച്ചൂട്ട് കൃഷി പിന്തുടരുന്നുണ്ട്. ഇനി കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഏതായാലും ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കി, കഴിഞ്ഞ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ നോക്കി നോക്കി. എന്നാണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാമാണ്. അപ്പോൾ കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളിലാണ് മിസോറാം മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പഠിച്ചത്? കാശ്മീർ ഹിമാലയം, അതുപോലെ തന്നെ ഹിമാലയൻ ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും എന്നിങ്ങനെ നമുക്ക് ഈ ഹിമാലയ പർവ്വതത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ഉത്തര മഹാസമതലം. എന്താണ് ഉത്തര മഹാസമതലം? മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്നവയാണ് വടക്കൻ സമതലങ്ങൾ. മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്നവയാണ് വടക്കൻ സമതലങ്ങൾ. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ശരാശരി വീതി എത്രയാണ്? 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. അപ്പോൾ ഉത്തര മഹാസമതലം എന്താണ്? മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെടുന്നവയാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ശരാശരി വീതി നോക്കുകയാണെങ്കിൽ 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഇനി നമുക്ക് ഈ ഒരു ഉത്തര മഹാസമതലത്തിൽ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. എങ്ങനെയൊക്കെയാണ്? ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ അല്ലേ. ബാബർ എന്ന് പറയുമ്പോൾ എന്ന് നമ്മൾ പറഞ്ഞത് അവിടെ നന്നായിട്ട് ഈ കല്ലുകളും പാറകളൊക്കെയാണ് ഉണ്ടായിരിക്കുക. അവിടെ നദികൾ അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥലമാണ്. ഈ നദികൾ അവിടെ കാണപ്പെടുന്നില്ല അല്ലേ. അവിടെ കൂടുതലും ഉരുളൻ കല്ലുകളും പാറകളൊക്കെയാണ് കാണപ്പെടുക. നെക്സ്റ്റ് ടെറായ് എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ ചെറിയ പുല്ലുകളും സസ്യവർഗ്ഗങ്ങളൊക്കെ ഇവിടെ കാണപ്പെടും. അവിടെ നദികൾ വീണ്ടും പ്രത്യക്ഷമാകാണ്. നദികൾ വീണ്ടും കാണപ്പെടുന്നത് ടെറായ് എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. നെക്സ്റ്റ് വരുന്നത് എക്കൽ സമതലങ്ങളാണ്. ഈ എക്കൽ സമതലങ്ങൾ പുതിയ എക്കൽ സമതലങ്ങളുണ്ട്, പഴയ എക്കൽ സമതലങ്ങളുണ്ട്. പുതിയ എക്കൽ സമതലങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഖാദർ എന്ന് പറയുന്നത് അല്ലേ. പുതിയ എക്കൽ സമതലങ്ങളെയാണ് ഖാദർ എന്ന് പറയുന്നത്. പഴയ എക്കൽ സമതലങ്ങളെയാണ് ബംഗാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഉത്തര മഹാസമതലത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടമെന്നും അല്ലേ. ഏതൊക്കെയാണ്? വടക്ക് കിഴക്കൻ പീഠഭൂമി. ഓക്കെ, ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതലം. ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള ആനമുടി കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഈ ആനമുടി കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. ഈ 2 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം PSC BA ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. അതുപോലെ തന്നെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്ന എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ഡെക്കാൻ പീഠഭൂമിയിലാണ്. അപ്പോൾ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി കേട്ടോ. നേരത്തെ 2 പറഞ്ഞത്. നെക്സ്റ്റ് മധ്യ ഉന്നതതടം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അവിടെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും റിപ്പീറ്റഡ് ആണ് അല്ലേ. പീഠഭൂമി അതായത് ധാതു വിഭവങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. നെക്സ്റ്റ് വടക്ക് കിഴക്കൻ പീഠഭൂമി. ഇവിടെ എന്താ ചോദിക്കാറുള്ളത്? എന്താണ്? ഗാരോ, ഖാസി, ജൈന്തിയ കുന്നുകൾ. ഖാസി, ഗാരോ, ജൈന്തിയ കുന്നുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? വടക്കിഴക്കൻ പീഠഭൂമിയിലാണ് ഖാസി, ഗാരോ, ജൈന്തിയ കുന്നുകൾ കാണപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. 4ാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇന്ത്യൻ മരുഭൂമി. ഇന്ത്യൻ മരുഭൂമിയെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും? അവിടെ ഒരു നദിയുണ്ട്, ലൂണി നദിയുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഇന്ത്യൻ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആരവല്ലി കുന്നുകൾക്ക് വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഇന്ത്യൻ മരുഭൂമിയാണ്. ഇനി ഇന്ത്യൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ഏത്? ലൂണി നദി അല്ലേ. ഇന്ത്യൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദി ഏതാണ്? ലൂണി നദിയാണ്. ഇന്ത്യൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന ഒരേ ഒരു നദിയാണ് ലൂണി നദി. നെക്സ്റ്റ് 5ാമത്തെയാണ് തീരസമതലങ്ങൾ. തീരസമതലങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പശ്ചിമ തീരസമതലങ്ങളുണ്ട്, അതുപോലെ തന്നെ പൂർവ്വ തീരസമതലങ്ങളുണ്ട്. പശ്ചിമ തീരസമതലങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഗുജറാത്ത് മുതൽ കേരള തീരം വരെയാണ് പശ്ചിമ തീരസമതലങ്ങൾ വരുന്നത് അല്ലേ. ഗുജറാത്ത് മുതൽ കേരള തീരം വരെയാണ് വരുന്നത്. ഇതിന് നമ്മൾ ഓരോ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം.
അല്ലേ. ഇതൊക്കെയാണ് ഗുജറാത്ത് കച്ച് കത്തിയാവാർ തീരം, മഹാരാഷ്ട്ര കൊങ്കൺ തീരം, കർണാടക ഗോവ ഗോവൻ തീരം, കേരള മലബാർ തീരം. ഓക്കെ, അപ്പോൾ പ്രാദേശിക പേരുകൾ ചോദിക്കുകയാണെങ്കിൽ കച്ച് കത്തിയാവാർ തീരം, മഹാരാഷ്ട്ര കൊങ്കൺ തീരം, കർണാടക ഗോവ തീരം, കേരളം മലബാർ തീരം. ഇനി ഈ പശ്ചിമ തീര സമതലങ്ങൾ താഴ്ന്നു പോയ സമതലങ്ങളാണ് അല്ലേ, താഴ്ന്നു പോയ തീര സമതലങ്ങളാണ്. തുറമുഖങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുകയാണെങ്കിൽ മുംബൈയും കൊച്ചിയും പഠിച്ചു വെച്ചിരിക്കുക, മുംബൈയും കൊച്ചിയും പഠിച്ചു വെച്ചിരിക്കുക. വേറെയും തുറമുഖങ്ങളുണ്ട്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നത് മുംബൈയും കൊച്ചിയാണ്, അപ്പോൾ അതെന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് പൂർവ്വ തീര സമതലങ്ങൾ. പൂർവ്വ തീര സമതലങ്ങൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട് മുതൽ പശ്ചിമ ബംഗാൾ വരെയാണ് വരുന്നത്. അതായത് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് നോക്കുക, ഇന്ത്യയുടെ മേപ്പ് നോക്കുകയാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്നത് പശ്ചിമ ബംഗാളിൻ്റെ മുതൽ അതുപോലെ തന്നെ തമിഴ്നാട് വരെയാണ് ഈ പൂർവ്വതീരം കാണപ്പെടുന്നത്. ഇനി പ്രാദേശിക പേരുകൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? കൊറമാൻഡൽ തീരം, വടക്കൻ സിർക്കാസിസ് തീരം അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആന്ധ്ര കൊറമാൻഡൽ തീരം, ഒഡീഷ നോർത്തേൺ സിർക്കാട്, ഉൽക്കൽ തീരം എന്നിങ്ങനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ പ്രാദേശിക പേരുകൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്ര കൊറമാൻഡൽ തീരം, ഒഡീഷ നോർത്തേൺ സിർക്കാർസ്, ഉൽക്കൽ തീരം എന്നിങ്ങനെയാണ്. ഇനി പൂർവ്വതീര സമതലങ്ങൾ ഉയർത്തപ്പെട്ട തീര സമതലങ്ങളാണ്. ഇവിടെ പ്രധാനമായിട്ടും കാണപ്പെടുന്ന തുറമുഖങ്ങളാണ് കൊൽക്കത്തയും വിശാഖപട്ടണവും. വേറെയും കുറേ തുറമുഖങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ഒരു രണ്ട് തുറമുഖങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. കൊൽക്കത്തയും വിശാഖപട്ടണവുമാണ് പൂർവ്വ തീര സമതലങ്ങളിൽ വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ്വീപുകളാണ്. ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട ദ്വീപ സമൂഹങ്ങളുണ്ട് അല്ലേ, അറബിക്കടലും ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട്, ആൻഡമാൻ നിക്കോബർ ഉണ്ട് അല്ലേ. നമുക്ക് രണ്ട് ദ്വീപ സമൂഹങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബറാണ് അല്ലേ. ഈ ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപ് എവിടെയാണ്? അറബിക്കടലിലാണ്. അതുപോലെ തന്നെ ലക്ഷദ്വീപിനെ അമിനി ദ്വീപുകളെന്നും അതുപോലെ തന്നെ എന്താണ് കാനന്നൂർ എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അതായത് ലക്ഷദ്വീപിനെ നമുക്ക് എന്താണ് അമിനി ദ്വീപുകളെന്നും കാനന്നൂർ ദ്വീപുകളെന്നും പറയുന്ന രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഇനി ഇവയെ വേർതിരിക്കുന്ന ചാനൽ ചോദിക്കുകയാണെങ്കിൽ 10 ഡിഗ്രി ചാനലാണ്. അമിനി ദ്വീപുകളെയും കാനന്നൂർ ദ്വീപുകളെയും വേർതിരിക്കുന്ന ചാനൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 10 ഡിഗ്രി ചാനലാണ്. തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ദ്വീപുകൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലക്ഷദ്വീപ് ആണല്ലേ. പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ദ്വീപുകൾ ചോദിക്കുകയാണെങ്കിൽ ലക്ഷദ്വീപാണ്. അപ്പോൾ ലക്ഷദ്വീപ് അറബിക്കടലിലാണ് കാണപ്പെടുന്നത്. അമിനി ദ്വീപുകളെന്നും കാനന്നൂർ ദ്വീപുകളെന്നും രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. 10 ഡിഗ്രി ചാനൽ വേർതിരിക്കുന്നുണ്ട്. തലസ്ഥാനം കവരത്തിയാണ്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ദ്വീപുകൾ കാണപ്പെടാം. ഇനി ആൻഡമാൻ നിക്കോബർ. ആൻഡമാൻ നിക്കോബർ ബംഗാൾ ഉൾക്കടലിലാണ്. ആൻഡമാൻ നിക്കോബർ എന്നിങ്ങനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആൻഡമാനും നിക്കോബറിനും ഡിവൈഡ് ചെയ്യുന്ന ചാനൽ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? 11 ഡിഗ്രി ചാനലാണ്. ആൻഡമാൻ നിക്കോബർ നിക്കോബറിനെ വേർതിരിക്കുന്നത് 11 ഡിഗ്രി ചാനലാണ്. തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഇനി സജീവ അഗ്നിപർവ്വതമായിട്ടുള്ള ബാരൻ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബറിലാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ എന്തായിരുന്നു? ഇന്ത്യ നീരൊഴുക്ക് വ്യൂഹമായിരുന്നു. ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും നദികളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അവിടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ എന്താണ് നീരൊഴുക്ക് എന്നാണ് അല്ലേ. എന്താണ് നീരൊഴുക്ക് എന്ന് വെച്ചാൽ കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം. നീരൊഴുക്ക് വ്യൂഹം എന്ന് വെച്ചാൽ എന്താണ്? ഈ നീരൊഴുക്കുകളുടെ ഒരു ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താണ് വൃഷ്ടിപ്രദേശം? ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നു. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശത്തെ നീർത്തടം എന്ന് പറയുന്നു. ഇനി ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. അപ്പോൾ എന്താണ് നീരൊഴുക്ക്? കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിൻ്റെ ഒഴുക്കിനെയാണ് നീരൊഴുക്ക് എന്ന് പറയുന്നത്. ഇത്തരം നീരൊഴുക്കുകളുടെ ശൃംഖലയാണ് നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശത്തെ വൃഷ്ടി പ്രദേശം എന്ന് പറയുന്നു. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെ നീർത്തടം എന്ന് പറയുന്നു. ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. നെക്സ്റ്റ് എന്താണ്? നീരൊഴുക്ക് മാതൃകകളാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു പിക്ചർ കണ്ട് പഠിച്ചതാണ്. ശിഖരാകൃത മാതൃക. എന്താണ് ശിഖരാകൃത മാതൃക എന്ന് വെച്ചാൽ ഡെൻഡ്രിറ്റിക് പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? ഡെൻഡ്രിറ്റിക് പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അതായത്
മരത്തിൻ്റെ ചില്ലകളോട് സാദൃശ്യമായിട്ടുള്ള മാതൃകയാണ് അല്ലേ. അതിന് എക്സാമ്പിളാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നദികൾ. നെക്സ്റ്റ് കേന്ദ്ര പ്രഭവ മാതൃക അല്ലെങ്കിൽ റേഡിയൽ പാറ്റേൺ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ഭാഗത്തു നിന്ന്, അതായത് കുന്നുകളിൽ നിന്നോ അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്ന നദികളുണ്ടല്ലോ, അതിനെയാണ് കേന്ദ്ര പ്രഭവ മാതൃക എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ പറയാം. ഇനി ജാലായുധ മാതൃക എന്ന് വെച്ചാൽ പ്രാദേശിക നദികളുണ്ടല്ലോ, പ്രാദേശിക നദികൾ സമാന്തരമായിട്ട് ഒഴുകുന്നുണ്ടായിരിക്കും. ദ്വിതീയ നദികൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി കോണളവിൽ ചേരുന്നുണ്ടായിരിക്കും. അതിനെയാണ് ജാലായുധ മാതൃക എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഭികേന്ദ്ര മാതൃക എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കുന്നുകളിൽ നിന്നോ പർവ്വതങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഉത്ഭവിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് കൂടിച്ചേരൂലേ, അതിനെയാണ് ആ ഒരു മാതൃകയാണ് അഭികേന്ദ്ര മാതൃക എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ ഉത്ഭവ രീതിയുടെയും സ്വഭാവ പ്രത്യേകതകളെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യൻ നദീവ്യൂഹത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? ഹിമാലയൻ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും. ഹിമാലയൻ നീരൊഴുക്കിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ഹിമാലയൻ നീരൊഴുക്കിലെ പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അല്ലേ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ്? മഴക്കാലത്താണെന്നുണ്ടെങ്കിലും വേനൽക്കാലത്താണെങ്കിലും എപ്പോഴാണെന്നുണ്ടെങ്കിലും എന്താണ്? വെള്ളം ഉണ്ടായിരിക്കും. കാരണം എന്താണ്? അവിടെ മഞ്ഞുണ്ടല്ലോ അല്ലേ. ഹിമാലയങ്ങളൊക്കെ ഉരുകിയിട്ടില്ലേ, മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ തന്നെ ഇവ വറ്റാത്ത നദികളാണ്. ഇനി സിന്ധു നദീവ്യൂഹത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലെ ബൊക്കാർച്ചു ഹിമാനിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലെ ബൊക്കാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട നദികൾ, അതായത് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ നമുക്ക് നോക്കാം. അപ്പോൾ സിന്ധു നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ടിബറ്റിലെ കൈലാസ പർവ്വതത്തിലെ ബൊക്കാർച്ചു ഹിമാനിൽ നിന്നാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ് അല്ലേ. 5 പ്രധാനപ്പെട്ട പോഷക നദികളാണുള്ളത്. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. ഇതിലെ ചിനാബാണ് ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത്. ഇതാണ് ചിനാബാണ്. ഇനി ജലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനഗറിലൂടെ കടന്നു പോകുന്ന നദി ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശ്രീനഗറിലൂടെ കടന്നു പോകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ജലമാണ്. അപ്പോൾ ഉത്ഭവം എവിടെയാണ്? വെരിനാഗ് നീരുറവയിൽ നിന്നാണ്. അതായത് പിർപ്പാഞ്ചൽ മലനിരകൾക്ക് അടുത്തായിട്ടൊരു വെരിനാഗ് നീരുറവയുണ്ട്. ഈ വെരിനാഗ് നീരുറവയിൽ നിന്നാണ് ജലം ഉത്ഭവിക്കുന്നത്. ഇനി ശ്രീനഗർ ജലം നദിയുടെ തീരത്താണ്. സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ചിനാബാണ്. ചന്ദ്രഭാഗ എന്നീ 2 അരുവികൾ ചേർന്നാണ് ചിനാബ് ആകുന്നത്. അതായത് ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദിയും ചോദിക്കുകയാണെങ്കിൽ ചിനാബാണ്. കാരണം ചന്ദ്രഭാഗ എന്ന് പറയുന്ന 2 അരുവികൾ അവിടെ കൂടിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ ചിനാബിനെ ചന്ദ്രഭാഗ എന്നും അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് രവിയാണെങ്കിൽ കുളു കുന്നിൽ നിന്ന്, അതായത് റോഹ്താങ് ചുരത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഓക്കെ, രവി ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്? റോഹ്താങ് ചുരത്തിൽ നിന്നാണ്. പിന്നെ ബിയാസ് ആണെങ്കിൽ റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ബിയാസ് ആണെങ്കിൽ റോഹ്താങ് ചുരത്തിലെ ബിയാസ് കുണ്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സത്ലജ് ആണെങ്കിൽ ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് അടുത്ത് രാക്കാസ് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. അപ്പോൾ സത്ലജ് നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ടിബറ്റിലെ മാനസരോവർ തടാകത്തിന് അടുത്ത് രാക്കാസ് തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഒരു പൂർവ്വകാലീന നദിയും കൂടിയാണ് സത്ലജ്. അപ്പോൾ ജലം എന്ന് പറയുന്നത് വെരിനാഗ് നീരുറവിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ശ്രീനഗറിലൂടെ ഒഴുകുന്നു. അതുപോലെ തന്നെ സിന്ധുവിന് ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ ചിനാബാണ്, ചന്ദ്രഭാഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി റോഹ്താങ് ചുരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് രവി എന്ന് പറയുന്നത്. ബിയാസ് ആണെങ്കിൽ ബിയാസ് കുണ്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സത്ലജ് ആണെങ്കിലോ എവിടെ നിന്നാണ്? രാക്കാസ് തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നെക്സ്റ്റ് ഗംഗാ നദീവ്യൂഹം. സിന്ധു നദി പഠിച്ചില്ലല്ലോ അല്ലേ. ദേശീയ നദി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഗംഗയാണ് ദേശീയ നദി. 2525 കിലോമീറ്ററാണ് നീളം വരുന്നത്. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഗായ്മു ഗുഹകളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗംഗാ നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ഇതാണ് യമുനയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ വലത് തീര പോഷക നദികളാണ് ചമ്പൽ, സിന്ധ്, ബെത്വ, സോൺ എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ വലത് തീര പോഷക നദികളാണ് ചമ്പൽ, സിന്ധ്, ബെത്വ, സോൺ എന്നിവ. ഇനി ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഇടത് തീര പോഷക നദികളാണ് യമുന, രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ, ദാമോദർ. ഏതൊക്കെയാണ്? യമുന, രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ, ദാമോദർ എന്നിവയാണ് പ്രധാനമായിട്ടും ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ ഇടത് തീര പോഷക നദികൾ.
ഇനി ഡെൽറ്റ സൃഷ്ടിച്ചുകൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഗംഗാ നദിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയ നദിയാണ്. 2525 കിലോമീറ്റർ നീളമുണ്ട്. ഉത്തരാഖണ്ഡിലെ ഗായ്മുഖകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പോഷക നദി ചോദിക്കുകയാണെങ്കിൽ യമുനയാണ്. ഇനി വലതുതീര പോഷക നദികൾ ചമ്പൽ, സിന്ധ്, ബെത്വ, സോൺ എന്നിവയാണ്. ഇടതുതീര പോഷക നദികളോ യമുന, രാംഗംഗ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ, ദാമോദർ എന്നിവയാണ്. ഇനി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ബീഹാറിന്റെ ദുഃഖം കോസിയും ബംഗാളിന്റെ ദുഃഖം ഏതാണ്? ദാമോദറുമാണ്. ഇനി ബ്രഹ്മപുത്ര നദീ വ്യൂഹം. ബ്രഹ്മപുത്രയെ കുറിച്ച് എന്താ പഠിച്ചിട്ടുള്ളത്? മാനസരോവർ തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മാനസ സരോവർ തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. ടിബറ്റിൽ ബ്രഹ്മപുത്ര സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ടിബറ്റിൽ എന്നറിയപ്പെടുന്നത് സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. 2900 കിലോമീറ്റർ ആണ് നീളം വരുന്നത്. ബ്രഹ്മപുത്രയുടെ നീളം ചോദിക്കുകയാണെങ്കിൽ 2900 കിലോമീറ്റർ ആണ്. ഇനി ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് തീസ്ത, ബോഡിദിഹിങ്, ധൻസിരി, കലാങ്, സുബൻസിരി, മനാസ്, സങ്കോഷ്, കാമങ് എന്നിവ പ്രധാനപ്പെട്ട പോഷക നദികൾ. ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? തീസ്ത, ബോഡിദിഹിങ്, ധൻസിരി, കലാങ്, സുബൻസിരി, മനാസ് അല്ലെങ്കിൽ മാനസ്, സങ്കോഷ്, കാമങ് എന്നിവയാണ്. വെള്ളപ്പൊക്കത്തിനും തീവ്ര അപരദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും നദീതട ദ്വീപുകൾ രൂപീകരിക്കുന്നതിനും കൂടുതൽ അവസാദങ്ങൾ വഹിക്കുന്നതിനും പേരുകേട്ട നദിയാണ് ബ്രഹ്മപുത്ര. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് അതുപോലെ തന്നെ തീര അപരദനം അല്ലെങ്കിൽ എന്താണ് ഈ അപരദനം കൂടുതലൊക്കെ നടക്കുന്നതാണ് ഇവിടെ. അതുപോലെ തന്നെ ഗതിമാറി ഒഴുകുന്നുണ്ട് നദികൾ. നദീതട ദ്വീപുകൾ രൂപീകരിക്കുന്നുണ്ട്, കൂടുതൽ അവസാദങ്ങൾ വഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ബ്രഹ്മപുത്ര നദി എന്നാണ് കുറച്ച് ചുവന്ന നദി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ബ്രഹ്മപുത്ര നദിയാണ് അല്ലേ. വെള്ളപ്പൊക്കത്തിനൊക്കെ കാരണമാകുന്ന നദി ചോദിക്കുകയാണെങ്കിൽ ഇതാ തന്നെയാണ് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പോൾ നമ്മൾ എന്താണ് പടിഞ്ഞാറൻ അതായത് നമ്മുടെ ഹിമാലയ നദികളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹമാണ്. ഹിമാലയ നദികളെക്കാളും പഴക്കമുള്ള നദികളാണ് ഉപദ്വീപീയ നീരൊഴുക്കിൽ വറ്റിപ്പോകുന്ന നദികളാണ്. കാരണം അവിടെ നിന്നാണ് മഞ്ഞുരുകിയിട്ടൊന്നും വെള്ളം ലഭിക്കുന്നില്ലല്ലോ അല്ലേ. അപ്പം എന്താണ് വറ്റിപ്പോകുന്ന നദികളിൽ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഉപദ്വീപീയ നീരൊഴുക്ക്, അതായത് ഉപദ്വീപീയ നദികളാണ്. ഇനി പ്രധാനമായിട്ടും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളുണ്ട്, അറബിക്കടലിൽ പതിക്കുന്ന പ്രധാനപ്പെട്ട നദികളുണ്ട്. ഇതിൽ നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ നോക്കാം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ. ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയാണ്. ഇനി മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാമ ജില്ല ഛത്തീസ്ഗഡിൽ നിന്നാണ്. മഹാനദി ഉത്ഭവിക്കുന്നത് സിഹാമ ജില്ല റായ്പൂർ ജില്ല ഛത്തീസ്ഗഡിൽ നിന്നാണ്. പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. മഹാനദി ഒഴുകുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ്. ഇനി ഗോദാവരി ഏറ്റവും വലിയ ഉപദ്വീപി നദി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഗോദാവരിയാണ് അല്ലേ. ഉത്ഭവിക്കുന്നത് നാസിക് ജില്ല മഹാരാഷ്ട്രയിൽ നിന്നാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നുണ്ട്. ഗോദാവരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നുണ്ട്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു അല്ലേ. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഗോദാവരിയാണ്. അതുപോലെ തന്നെ പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചീര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അപ്പോൾ ഗോദാവരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? പെൻഗംഗ, ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചീര എന്നിവയാണ്. നെക്സ്റ്റ് കൃഷ്ണ സഹ്യാദ്രിയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ രണ്ടാമത്തെ വലിയ നദിയാണ് കൃഷ്ണ. പോഷക നദികൾ ഏതൊക്കെയാണ്? കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവയാണ്. കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. നെക്സ്റ്റ് കാവേരി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. കൊടക് ജില്ല കർണാടകമാണ്. ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. കാവേരിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, അമരാവതിയാണ്. ഓക്കെ, ഇത് നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്. അതിനാൽ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല കേട്ടോ. നെക്സ്റ്റ് അറബിക്കടലിൽ പതിക്കുന്നവ പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ്. നർമ്മദ അല്ലേ. നർമ്മദ ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്? അമർ ഗണ്ഡക് പീഠഭൂമിയിൽ നിന്നാണ്. നർമ്മദയുടെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ വിദ്യാപർവ്വതത്തിനും സൽപുര പർവ്വതത്തിനും ഇടയിലുള്ള ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഇതാണ് നർമ്മദ നദിയാണ്. സർദാർ സരോവർ ഡാം ഏത് നദിയിലാണ്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് താപ്തി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മുൾട്ടായ് പീഠഭൂമി
അല്ലേ? ബേട്ടുൽ ജില്ലയിലെ മധ്യപ്രദേശിലെ മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. നെക്സ്റ്റ് ലൂണി നദി ഉത്ഭവിക്കുന്നത് പുഷ്കർ, രാജസ്ഥാനാണ്. സവിശേഷതകൾ എന്തൊക്കെയാണ്? മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി. അതുപോലെ തന്നെ മഴക്കാലത്ത് മാത്രമാണ് ഇവിടെ നീരൊഴുക്ക് ഉണ്ടായിരിക്കാം. ഇനി നെക്സ്റ്റ് ഹിമാലയ നദികളെയും ഉപദ്വീപ നദികളെയും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയ നദികൾ ഹിമാലയങ്ങൾ നിറഞ്ഞ ഹിമാലയ പർവ്വതമായിരിക്കും. ഉപദ്വീപീയ നദികളാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയും മധ്യ ഉന്നത തടവുമാണ് ഉണ്ടായിരിക്കാം. ഈ ഹിമാലയ നദികൾ വറ്റാത്ത നദികളാണ്. അതുപോലെ തന്നെ ഹിമാലയങ്ങളിൽ നിന്നും മഴയിൽ നിന്നും ജലം ലഭിക്കുന്നുണ്ട്. ഇനി ഉപദ്വീപീയ നദികളാണെങ്കിലോ കാലികമാണ്, മൺസൂൺ മഴയെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് മാതൃക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ നദികളിൽ വൃക്ഷശിഖര മാതൃകയാണ്. എന്നാൽ നമ്മുടെ ബാക്കി എല്ലാ മാതൃകകളും എവിടെ വരുന്നുണ്ട്? വൃക്ഷശിഖരം ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ മാതൃകകളും, അതായത് ശാലായുധ, കേന്ദ്രീകൃത, കേന്ദ്രപ്രഭവ, അതുപോലെ തന്നെ ചതുരാകൃതി എന്നീ മാതൃകകളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ഈ ഉപദ്വീപി നദികളിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് നദിയുടെ പ്രകൃതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയ നദികളിൽ നീളമേറിയ ചാലുകളാണ്. ശീർഷുത്തര അപരദനം നടക്കുന്നുണ്ട്, നദി അപഹരണം നടക്കുന്നുണ്ട്, ഗതി മാറി ഒഴുകൽ നടക്കുന്നുണ്ട്, വലയങ്ങൾ രൂപപ്പെടലൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? എന്നാൽ നമ്മുടെ ഉപദ്വീപി നദികൾ നോക്കുകയാണെങ്കിൽ കൃത്യമായി ക്രമീകരിക്കപ്പെട്ട താഴ്വരകളോട് കൂടിയ ചെറുതും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ചാലുകളാണ് കാണപ്പെടുന്നത്. വൃഷ്ടി പ്രദേശമാണെങ്കിലോ വളരെ വിസ്തൃതമായിട്ടുള്ള വൃഷ്ടി പ്രദേശമാണ്. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ ചാപ്റ്റർ വരുന്നത്. ഇനി നാലാമത്തെ ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്ത്യ കാലാവസ്ഥ എന്നാണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ നമുക്ക് കറക്റ്റ് SCERT എടുത്ത് പറയുന്ന പോയിന്റ് തന്നെയാണ്. അതിനാൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? അക്ഷാംശം, ഹിമാലയ പർവ്വതം, പിന്നെ കരയുടെയും കടലിനെയും വിതരണം, കടലിൽ നിന്നുള്ള അകലം, ഉയരം, ഭൂപ്രകൃതി എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ഇതിൽ നമ്മൾ ഓരോന്നും എന്താ നോക്കാം. അപ്പോൾ അക്ഷാംശത്തെ നോക്കുകയാണെങ്കിൽ അക്ഷാംശത്തെക്കുറിച്ചെന്ന് പറയാൻ നമുക്ക് ഉത്തരായന രേഖ ഇന്ത്യയെ 2 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വടക്ക് ഉപോഷ്ണ മേഖല, മിതോഷ്ണ മേഖല, അതായത് തീവ്ര കാലാവസ്ഥ മേഖലയും അതുപോലെ തന്നെ തെക്ക് ഉഷ്ണ മേഖല, മിതമായ കാലാവസ്ഥയും. ഇപ്പോൾ ഉത്തരായന രേഖ ഇന്ത്യയെ 2 മേഖലകളായിട്ട് തിരിക്കുന്നു. വടക്ക് ഉപോഷ്ണ മേഖല, മിതോഷ്ണ മേഖല അല്ലെങ്കിൽ തീവ്ര കാലാവസ്ഥ, തെക്കാണെങ്കിൽ ഉഷ്ണമേഖല, ശീതമിതമായ കാലാവസ്ഥ. വടക്കാണെങ്കിൽ എന്താണ്? ഉപോഷ്ണ മേഖല, മിതോഷ്ണ മേഖല, അവിടെ തീവ്രമായിട്ടുള്ള കാലാവസ്ഥയാണ്. തെക്കാണെങ്കിൽ ഉഷ്ണമേഖല, മിതമായ കാലാവസ്ഥ. നെക്സ്റ്റ് ഹിമാലയ പർവ്വതം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് കാലാവസ്ഥയെ? വടക്കൻ ശീതക്കാറ്റിനെ പ്രതിരോധിച്ച് നിർത്തുന്നുണ്ട്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴ ലഭ്യമാക്കുന്നതിന് സഹായകമാകുന്നു. അപ്പോൾ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് വടക്കൻ ശീതക്കാറ്റിനെ പ്രതിരോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴ ലഭ്യമാക്കുന്നതിന് സഹായകമാകുന്നു. നെക്സ്റ്റ് കരയുടെയും കടലിനെയും വിതരണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ 3 ഭാഗം ഇന്ത്യൻ മഹാസമുദ്രത്താലും വടക്ക് ഭാഗം ഹിമാലയത്താലും ചുറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കരയുടെയും കടലിനെയും വിതരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ 3 ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്, എന്നാൽ വടക്ക് ഭാഗമാണെങ്കിലോ ഹിമാലയമാണ് അല്ലേ? നെക്സ്റ്റ് കടലിൽ നിന്നുള്ള അകലം. തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യം മൂലം മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യം മൂലം മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ കടലിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിൽ തീവ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ തീരപ്രദേശങ്ങളിൽ സമുദ്ര സാമീപ്യം മൂലം മിതമായ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ കടലിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്ന ഉൾപ്രദേശങ്ങളിലാണെങ്കിലോ തീവ്ര കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഇനി ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ സമതല പ്രദേശങ്ങളെക്കാളും തണുപ്പുള്ളവരായിരിക്കും. അപ്പോൾ ഉയരം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? താപനില കുറഞ്ഞു വരും. ഉയരമേറിയ പർവ്വത പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ സമതല പ്രദേശത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? തണുപ്പ് കൂടുതലായിരിക്കും അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഭൂപ്രകൃതി. ഇന്ത്യയുടെ സവിശേഷമായ ഭൂപ്രകൃതി അതിനെ താപവിതരണം, അന്തരീക്ഷമർദ്ദം, കാറ്റിൻ്റെ ദിശ, വേഗത, മഴയുടെ അളവ്, വിതരണം എന്നിവയെ സ്വാധീനിക്കുന്നു. എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ സവിശേഷമായ ഭൂപ്രകൃതി അതിൻ്റെ താപവിതരണം, അന്തരീക്ഷമർദ്ദം, കാറ്റിൻ്റെ ദിശാവേഗത, മഴയുടെ അളവ്, വിതരണം എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഭൗമ ഉപരിതലത്തിലെ അന്തരീക്ഷമർദ്ദത്തിൻ്റെയും കാറ്റുകളുടെയും വിതരണം, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അന്തരീക്ഷമർദ്ദത്തിൻ്റെയും കാറ്റുകളുടെയും വിതരണം സ്വാധീനിക്കുന്നുണ്ട്. വിവിധ വായു സഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും വരവ്
വിവിധ വായു സഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും വരവ്. നെക്സ്റ്റ് പശ്ചിമ ചക്രവാതങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങൾ എന്നിവ. പശ്ചിമ ചക്രവാതങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങൾ എന്നിവ ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിന് അനുകൂല കാലാവസ്ഥ സൃഷ്ടിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഇവിടെ? പ്രധാനമായിട്ടും ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് അക്ഷാംശം, ഹിമാലയ പർവ്വതം, കരയുടെയും കടലിൻ്റെയും വിതരണം, കടലിൽ നിന്നുള്ള അകലം, ഉയരം, ഭൂപ്രകൃതി, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള അന്തരീക്ഷ മർദ്ദത്തിൻ്റെയും കാറ്റുകളുടെയും വിതരണം, പിന്നെന്താണ് വിവിധ വായു സഞ്ചയങ്ങളുടെയും ജെറ്റ് പ്രവാഹങ്ങളുടെയും വരവ്, പിന്നെ പശ്ചിമ ചക്രവാതങ്ങൾ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ഉഷ്ണമേഖലാ ന്യൂനമർദ്ദങ്ങൾ എന്നിവയും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇവിടെ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ? ട്രോപ്പോസ്ഫിയറിലാണ് ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ ശീതകാലത്ത് 9 മുതൽ 13 കിലോമീറ്റർ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന കാറ്റുകളെയാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ? ട്രോപ്പോസ്ഫിയറിന്റെ ഉപരിഭാഗങ്ങളിൽ ശീതകാലത്ത് 9 മുതൽ 13 കിലോമീറ്റർ ഉയരത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന കാറ്റുകളെയാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പശ്ചിമ അസ്വസ്ഥകളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും. എന്താണ് പശ്ചിമ അസ്വസ്ഥകളും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ നിന്നും ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഇന്ത്യയിൽ വേഗതയേറിയ കാറ്റും ശക്തിയായ മഴയും ലഭിക്കാൻ കാരണമാകുന്നു. എന്താ പറയുന്നത്? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ ഭാഗങ്ങളിൽ നിന്നും ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ ഇന്ത്യയിൽ വേഗതയേറിയിട്ടുള്ള കാറ്റും ശക്തമായ മഴയും ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് ഇന്ത്യൻ മൺസൂണിൻ്റെ സ്വഭാവം. മൺസൂണിൻ്റെ ആരംഭം ഉണ്ട്, അതുപോലെ തന്നെ മഴക്കാറ്റുകൾ, മൺസൂണിലെ ഇടവേള. ഇന്ത്യൻ മൺസൂണിൻ്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്: മൺസൂണിൻ്റെ ആരംഭം, മഴക്കാറ്റുകൾ, മൺസൂണിൻ്റെ ഇടവേള. ഇതിൽ ഒന്നാമത്തെയാണ് മൺസൂണിൻ്റെ ആരംഭം. മൺസൂൺ ആരംഭിക്കുന്ന എപ്പോഴാണ്? ഏത് മാസങ്ങളിലാണ്? ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയുടെ കരഭാഗം അതിയായി ചൂടുപിടിക്കും. ഇത് നന്നായി ചൂടുപിടിക്കും. കരയുടെ മുകളിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീവ്രമായിട്ടുള്ള ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. നന്നായിട്ട് ചൂടുപിടിക്കുമ്പോൾ ന്യൂനമർദ്ദവും രൂപപ്പെടുന്നു. ഇനി കരഭാഗത്തെ ന്യൂനമർദ്ദം ഭൂമധ്യരേഖയ്ക്ക് അപ്പുറത്തു നിന്നും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നു. ഈ കരഭാഗത്തുള്ള ന്യൂനമർദ്ദം ഭൂമധ്യരേഖയ്ക്ക് അപ്പുറത്തു നിന്നുള്ള തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കുന്നു. ഇവ ഭൂമധ്യരേഖ മറികടന്ന് ദിശമാറ്റം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായി ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇവ ഭൂമധ്യരേഖ കടന്നിട്ട് ദിശമാറ്റം സംഭവിച്ചിട്ട് തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്തായിട്ട് മാറും? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. ജൂൺ 1 തീയതിയോടെ കേരള തീരത്തെത്തുകയും വളരെ വേഗത്തിൽ വ്യാപിച്ച് മുംബൈ തീരത്തും കൊൽക്കത്തയിലും എത്തുന്നു. അപ്പോൾ ജൂൺ 1 തീയതിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം മുംബൈയിലേക്കും കൊൽക്കത്തയിലേക്കും എത്തുന്നു. ജൂലൈ മധ്യത്തോടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ വ്യാപിക്കുന്നു. അപ്പോൾ എന്താ നമ്മളിവിടെ പറഞ്ഞത്? മൺസൂണിൻ്റെ ആരംഭമാണ് അല്ലേ. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കര നന്നായിട്ട് ചൂട് പിടിക്കും. അപ്പോൾ നന്നായിട്ട് ചൂട് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കും? അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടും. അപ്പോൾ അത് മറ്റേ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെ ആകർഷിക്കും. അപ്പോൾ ഈ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ മറികടന്ന് വരുമ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന പേരിൽ അറിയപ്പെടും. അതിനുശേഷം എന്താ സംഭവിക്കും? ജൂൺ 1 തീയതി കേരള തീരത്ത് മഴ ലഭിക്കും. അതിനുശേഷം ഇത് എവിടേക്കൊക്കെ പോകും? മുംബൈ, അതുപോലെ തന്നെ മുംബൈ തീരത്തും കൊൽക്കത്തയിലേക്കൊക്കെ എത്തും. അങ്ങനെ ഏകദേശം ജൂലൈ മധ്യത്തോട് കൂടിയിട്ട് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യൻ ഭൂഖണ്ഡം മുഴുവൻ വ്യാപിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മഴക്കാറ്റുകളും മഴയുടെ വിതരണവും. ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകൾ ലഭിക്കുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. അപ്പോൾ ഇന്ത്യയിൽ 2 തരം മഴക്കാറ്റുകളാണ് ലഭിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. നെക്സ്റ്റ് മൺസൂൺ ഇടവേള. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ചതിന് ശേഷം 1 അതിൽ കൂടുതലോ ആഴ്ചകൾ മഴ ലഭിക്കാതിരിക്കുന്നതാണ് മൺസൂൺ ഇടവേള. എന്ന് വെച്ചാൽ എന്താണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നന്നായിട്ട് മഴ ലഭിച്ചതിന് ശേഷം 1-2 ആഴ്ച സംഭവിക്കും മഴ തീരെ ലഭിക്കില്ല അല്ലേ. അതിനെയാണ് മൺസൂൺ ഇടവേള എന്ന് പറയുന്നത്. ഇത്തരം വരണ്ട ഇടവേളകൾ സാധാരണയാണ്. അതിന് കാരണങ്ങൾ പറയുന്നത് ഉത്തരേന്ത്യൻ ഭാഗത്തെ ITCZ അഥവാ മൺസൂൺ തടത്തിലൂടെയും മഴക്കാറ്റുകൾ തുടർച്ചയായിട്ട് വീശാതിരിക്കുന്നതും, അതുപോലെ തന്നെ പശ്ചിമ തീരങ്ങളിൽ മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായി വീശുമ്പോഴാണ്. ഉത്തരേന്ത്യൻ ഭാഗത്തെ ITCZ അഥവാ മൺസൂൺ തടത്തിലൂടെ മഴക്കാറ്റുകൾ തുടർച്ചയായിട്ട് വീശുന്നില്ല, അല്ലെങ്കിൽ പശ്ചിമ തീരങ്ങളിൽ മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായിട്ട് വീശുന്നതൊക്കെയാണ് ഈ ഒരു ഇടവേളയ്ക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ മൺസൂണിൻ്റെ സ്വഭാവം പഠിച്ചു, മൺസൂണിൻ്റെ വരവ് എന്താണെന്ന് പറഞ്ഞു, മഴക്കാറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അറബിക്കടൽ ശാഖയും ഉൾക്കടൽ ശാഖയും ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. നെക്സ്റ്റ് മൺസൂൺ ഇടവേള എന്ന് വെച്ചാൽ കുറച്ച് നാൾ മഴ ലഭിക്കുന്നില്ല അല്ലേ.
അതിനുള്ള കാരണം എന്താണ്? ITCZും അതുപോലെ തന്നെ മഴക്കാറ്റുകൾ തീരത്തിന് സമാന്തരമായി വീശുന്നതുമാണ്. നെക്സ്റ്റ്, ഋതുക്കളുടെ താളക്രമം. കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുഖ്യമായും 4 ഋതുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? ശൈത്യകാലം എന്ന് പറയുമ്പോൾ എപ്പോഴാണ്? നവംബർ മധ്യത്തോടെയാണ് ഉത്തരേന്ത്യയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത്. നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം ആരംഭിക്കുന്നത്. ഡിസംബർ ജനുവരിയാണ് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ ഏറ്റവും തണുപ്പേറിയ മാസങ്ങൾ. ഏതൊക്കെയാണ്? ഡിസംബറും ജനുവരിയുമാണ്. ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കും. ശരാശരി താപനില എത്രയാണ്? 21 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണ്. അതിശൈത്യത്തിന് മുഖ്യമായിട്ടും 3 കാരണങ്ങളാണ് വരുന്നത്. സമുദ്രതീരത്തിൽ നിന്നുള്ള അകലം, ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച, കാസ്പിയൻ കടൽ പ്രദേശത്ത് നിന്നും തുർക്കുമെനിസ്ഥാനിൽ നിന്നും വരുന്ന ശീതക്കാറ്റ്. എന്നാണ്? സമുദ്രതീരത്തിൽ നിന്നുള്ള അകലം, ഹിമാലയൻ പർവ്വത നിരകളിലെ മഞ്ഞുവീഴ്ച, കാസ്പിയൻ കടൽ പ്രദേശത്ത് നിന്നും തുർക്കുമെനിസ്ഥാനിൽ നിന്നും വരുന്ന ശീതക്കാറ്റ്. നെക്സ്റ്റ്, ഉഷ്ണകാലം. ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച് മാസത്തിനെയാണ്. മാർച്ച് മാസത്തിൽ കാണുന്നത് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം വടക്ക് ഉത്തരായന രേഖയിലേക്ക് മാറുമ്പോൾ ഉത്തരേന്ത്യയിലെ താപനില ഉയരുവാൻ തുടങ്ങും. മാർച്ച് മാസത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം വടക്ക് ഉത്തരായന രേഖയിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരേന്ത്യയിൽ താപനില നന്നായിട്ട് ഉയരും. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലം വരുന്നത്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഉത്തരേന്ത്യയിൽ ഉഷ്ണകാലം വരുന്നത്. അപ്പോൾ ഉഷ്ണകാലം എന്താണ്? മാർച്ച് മാസത്തിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം വടക്ക് ഉത്തരായന രേഖയിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരേന്ത്യയിൽ നന്നായിട്ട് താപനില ഉയരുവാനായിട്ട് തുടങ്ങും. അങ്ങനെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് നന്നായിട്ട് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഇന്ത്യയിൽ മിക്ക ഭാഗങ്ങളിലും താപനില 30 മുതൽ 32 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും താപനില അപ്പോൾ എത്രയാണ്? 30 മുതൽ 32 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. ഇനി ഉഷ്ണമേഖലയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക കാറ്റുകളാണ് മാംഗോ ഷവർ, അതുപോലെ തന്നെ കാപ്പി പൂമഴ. പിന്നെന്താണ് ഇതിന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഈ ഒരു മഴയെ ബ്ലോസം ഷവർ അല്ലേ? എന്നാണ് കാപ്പി പൂമഴ അല്ലെങ്കിൽ ബ്ലോസം ഷവർ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്നത് ഈ മഴയോടെയാണ്. കാപ്പി പൂമഴയിലൂടെയാണ് കാപ്പിയൊക്കെ പൂക്കുന്നത്. നെക്സ്റ്റ്, നോർവെസ്റ്റർ. നോർവെസ്റ്ററിന് നമ്മൾ എന്താണ്? കാൽബൈശാഖി എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ? നോർവെസ്റ്റർ എന്ന് വെച്ചാൽ ബംഗാളിലും അസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. ബംഗാളിലും അസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് നോർവെസ്റ്റർ. വൈശാഖ മാസത്തിൽ സംഭവിക്കുന്നതിനാൽ കാൽബൈശാഖി എന്ന പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ വൈശാഖ മാസത്തിലാണ് ഇത് രൂപപ്പെടുന്നത്. അതിനാൽ തന്നെ ഇതിനെ കാൽബൈശാഖി എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ലൂ. ലൂ എന്ന് വെച്ചതാണ് വടക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകളാണ് ലൂ എന്ന് പറയുന്നത് അല്ലേ? വടക്കേ ഇന്ത്യൻ സമുദ്രങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകളാണ് ലൂ എന്ന് പറയുന്നത്. ഡൽഹിക്കും പാട്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത കൂടുതലായിരിക്കും. ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിലാണ് തീവ്രത കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? പ്രധാനമായിട്ടും ഉഷ്ണകാലം പറഞ്ഞു. ഉഷ്ണകാലം എന്ന് പറയുന്നത് കൂടുതലായിട്ട് മാർച്ച് മാസത്തിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് നന്നായിട്ട് ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. 30 മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില വരുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള കാറ്റുകൾ അല്ലേ? പ്രാദേശിക കാറ്റുകൾ പറഞ്ഞു. മാമ്പഴക്കാറ്റ്, മാംഗോ ഷവർ എന്ന് പറയുന്ന വേനലിൻ്റെ അവസാനങ്ങളിൽ കർണാടകത്തിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കേരളത്തിലും കർണാടകത്തിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മാമ്പഴം നേരത്തെ പഴുക്കുന്നതിന് സഹായിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മാംഗോ ഷവർ ആണ് അല്ലേ? നെക്സ്റ്റ്, കാപ്പി പൂമഴ അല്ലെങ്കിൽ ബ്ലോസം ഷവർ എന്ന് വെച്ചാൽ കാപ്പി പൂക്കാൻ കാരണം എന്താണ്? കാപ്പി പൂമഴയാണ്. ഈ നോർവെസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? ബംഗാളിലും അസാമിലും വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള കൊടുങ്കാറ്റുകളുണ്ടായിരിക്കും. ഇതിനെയാണെന്ന് പറയുന്നത് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. അതിനെ കാൽബൈശാഖി എന്നറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ലൂ ആണെങ്കിൽ ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലൂ ആണ്. ഡൽഹിക്കും പാട്നയ്ക്കും ഒക്കെ ഇടയിലാണ് തീവ്രത കൂടുതലായിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ മെയ് മാസത്തോടെ താപനില വളരെ വേഗത്തിൽ പെട്ടെന്ന് ഉയരുന്നതിനാൽ ഈ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് വെച്ചാൽ എന്താണ്? ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ മെയ് മാസത്തോടെ താപനില വളരെ വേഗത്തിൽ പെട്ടെന്ന് ഉയരുന്നതിനാൽ ഈ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. ജൂൺ മാസത്തിൻ്റെ ആരംഭത്തോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ ഭൂമധ്യരേഖ മറികടന്ന് ഇന്ത്യയിലേക്ക് കടക്കുന്നു. ഭൂമധ്യരേഖ മറികടന്ന ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശ സ്വീകരിക്കുന്ന ഈർപ്പസമ്പുഷ്ടമായ ഈ കാറ്റുകളെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് മാസമാകുമ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിക്കും?
നന്നായിട്ട് താപനില ഉയരും അല്ലേ. താപനില ഉയരുമ്പോൾ അവിടെ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തോടെ എന്ത് സംഭവിക്കും? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമധ്യരേഖ മറികടന്ന് ഇന്ത്യയിലേക്ക് കടക്കും. അപ്പോൾ ഇങ്ങനെ ഭൂമധ്യരേഖ മറികടന്ന ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയാണ് സ്വീകരിക്കുക. അതിനാൽ തന്നെ ഈ കാറ്റുകളെ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാട്. ജലബാഷ്പം നിറഞ്ഞ മഴക്കാറ്റുകളുടെ വരവിനെയാണ് മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പാട് എന്ന് പറയുന്നത്. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ ജൂൺ ആദ്യ ആഴ്ചയോടെ തന്നെ മൺസൂൺ വന്നെത്തുന്നു. കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ എന്നീ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിൽ ജൂൺ ആദ്യ ആഴ്ചയോടെ തന്നെ എന്ത് വരുന്നുണ്ട്? മൺസൂൺ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മൺസൂൺ കാറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അറബിക്കടൽ ശാഖയുണ്ട്, ബംഗാൾ ഉൾക്കടൽ ശാഖയുണ്ട് അല്ലേ. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ പശ്ചിമ തീര സമതലങ്ങളിലും മധ്യ ഇന്ത്യയിലും സൗരാഷ്ട്ര കച്ച് മേഖലയിലും മഴയ്ക്ക് കാരണമാകുന്നു. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ പശ്ചിമ തീര സമതലങ്ങളിലും മധ്യ ഇന്ത്യയിലും സൗരാഷ്ട്ര കച്ച് മേഖലയിലും മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയാണെങ്കിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ അറബിക്കടൽ ശാഖ എന്ന് പറയുന്നത് പശ്ചിമ തീര സമതലങ്ങളിലും മധ്യ ഇന്ത്യയിലും സൗരാഷ്ട്ര കച്ച് മേഖലയിലും മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയാണെങ്കിലോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വാർഷിക ശരാശരി മഴ രേഖപ്പെടുത്തുന്ന മൗസിൻറാം എന്ന സ്ഥലം ഗാസി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായിട്ടുള്ള മൗസിൻറാം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗാസി കുന്നുകളിലാണ്. അപ്പോൾ അറബിക്കടൽ ശാഖയുണ്ടെന്ന് പറഞ്ഞു, ബംഗാൾ ഉൾക്കടൽ ശാഖയുണ്ട് അല്ലേ. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മൺസൂൺ കാറ്റുകൾ പശ്ചിമ തീര സമതലങ്ങളിലും അതുപോലെ തന്നെ സൗരാഷ്ട്ര കച്ച് മേഖലയിലൊക്കെയാണ് മഴയ്ക്ക് കാരണമാകുന്നത്. ബംഗാൾ ഉൾക്കടൽ ശാഖയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻറാം എന്ന് പറയുന്നത് എവിടെയാണ്? ഏത് കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാസി കുന്നുകളിലാണ്. നെക്സ്റ്റ് ഈ കാലയളവിൽ തമിഴ്നാട് തീരങ്ങളിൽ മഴ ലഭിക്കാതെ വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ മഴയുള്ളപ്പോൾ തമിഴ്നാട് എന്താണ്? മഴയില്ല എന്നാണ് പറയുന്നത് അല്ലേ. ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, തമിഴ്നാട് തീരം തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്ക് സമാന്തരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയുടെ മഴനിഴൽ പ്രദേശത്താണ് തമിഴ്നാട് തീരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാട് മഴ ലഭിക്കാത്തതിന് കാരണം എന്താണ്? അറബിക്കടൽ ശാഖ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് തീരത്തിൻ്റെ മഴനിഴൽ പ്രദേശത്താണ്, അതായത് അറബിക്കടൽ ശാഖയുടെ മഴനിഴൽ പ്രദേശത്താണ് തമിഴ്നാട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ബംഗാൾ ഉൾക്കടൽ ശാഖയ്ക്ക് സമാന്തരമായിട്ടും കൂടിയായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ അവിടെ എന്താണ്? മഴ ലഭിക്കുന്നില്ല, അവിടെ വരൾച്ചയാണ് അനുഭവപ്പെടുന്നത്. നെക്സ്റ്റ് മൺസൂൺ മഴയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മഴ കാലിക സ്വഭാവമുള്ളവയാണ്. പ്രധാനമായും ഭൂപ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെടുന്നു. കടലിൽ നിന്നും അകലം കൂടുന്തോറും മൺസൂൺ മഴയുടെ അളവ് കുറയുന്നു. കടലിൽ നിന്ന് അകലം കൂടുന്തോറും മൺസൂൺ മഴയുടെ അളവ് കുറയുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തവണകളായിട്ടാണ് മൺസൂൺ മഴ ലഭിക്കുന്നത്. മഴയില്ലാത്ത വരണ്ട മൺസൂൺ ഇടവേളകളുണ്ട്. വലിയ തോതിൽ നീരൊഴുക്കും മണ്ണൊലിപ്പിനും കാരണമാകുന്നുണ്ട്. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൺസൂൺ പരമപ്രധാനമായ പങ്ക് വഹിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട മൺസൂൺ മഴയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മഴ കാലിക സ്വഭാവമുള്ളവയാണ്. പ്രധാനമായും ഭൂപ്രകൃതിയാൽ നിയന്ത്രിക്കപ്പെടുന്നു. കടലിൽ നിന്നും അകലം കൂടുന്തോറും മൺസൂൺ മഴയുടെ അളവ് കുറയുന്നു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തവണകളായിട്ടാണ് മൺസൂൺ മഴ ലഭിക്കുന്നത്. അതുപോലെ തന്നെ മഴയില്ലാത്ത വരണ്ട മൺസൂൺ ഇടവേളകൾ കാണപ്പെടുന്നുണ്ട്. വലിയ തോതിൽ നീരൊഴുക്കും മണ്ണൊലിപ്പിനും കാരണമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ മൺസൂൺ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. നെക്സ്റ്റ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് മൺസൂൺ പിൻവാങ്ങുന്നത്. ഇനി പരമ്പരാഗത ഇന്ത്യൻ ഋതുക്കൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം? ചൈത്രം, വൈശാഖം എന്നിവ മാർച്ച് ഏപ്രിൽ മാസത്താണ്. ജ്യേഷ്ഠം, ആഷാഢം, മെയ് ജൂൺ. ശ്രാവണം, ഭാദ്രം, ജൂലൈ ഓഗസ്റ്റ്. അശ്വിനം, കാർത്തിക, സെപ്റ്റംബർ ടു ഒക്ടോബർ. മാർഗശീർഷം, പൗഷം, നവംബർ ഡിസംബർ. മാഘം, ഫാൽഗുനം, ജനുവരി ഫെബ്രുവരി. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കുക കേട്ടോ. ചൈത്രം, വൈശാഖം മാർച്ച് ഏപ്രിലാണ്. ജനുവരി ഫെബ്രുവരി നോക്കുകയാണെങ്കിൽ മാഘം ഫാൽഗുനമാണ്. മാർച്ച് ഏപ്രിൽ നോക്കുകയാണെങ്കിൽ ചൈത്രം വൈശാഖമാണ്. മെയ് ജൂൺ ആണെങ്കിലോ ജ്യേഷ്ഠം ആഷാഢം. ജൂലൈ ഓഗസ്റ്റ് ആണെങ്കിൽ ശ്രാവണം ഭാദ്രം. സെപ്റ്റംബർ ഒക്ടോബർ അശ്വിനം കാർത്തിക. നവംബർ ഡിസംബർ ആണെങ്കിലോ മാർഗശീർഷം പൗഷ്യം എന്നിവയാണ്. ഇനി മഴയുടെ വിതരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ശരാശരി വാർഷിക വർഷപാതം 125 സെൻറ്റിമീറ്റർ ആണ്.
ഇന്ത്യയിൽ ശരാശരി വാർഷിക വർഷപാതം എത്ര സെൻറ്റിമീറ്റർ ആണ്? 125 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ തീരങ്ങൾ, പശ്ചിമഘട്ട പ്രദേശം, വടക്ക് കിഴക്കൻ ഉപഹിമാലയൻ പ്രദേശങ്ങൾ, മേഘാലയൻ കുന്നുകൾ എന്നിവയിലെയാണ് ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ തീരം, പശ്ചിമഘട്ട പ്രദേശം, വടക്ക് കിഴക്കൻ ഉപഹിമാലയൻ പ്രദേശങ്ങൾ, മേഘാലയ കുന്നുകൾ എന്നിവയാണ് ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. പശ്ചിമ തീരങ്ങൾ, പശ്ചിമഘട്ട പ്രദേശം, വടക്ക് കിഴക്കൻ ഉപഹിമാലയൻ പ്രദേശങ്ങൾ, മേഘാലയ കുന്നുകൾ. എന്നാൽ മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ദക്ഷിണ ഗുജറാത്ത്, കിഴക്കൻ തമിഴ്നാട്, ഒഡീഷ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ ഉപദ്വീപീയ ഇന്ത്യ, ബീഹാർ, മധ്യപ്രദേശ് എന്നിവയ്ക്കാണ് മിതമായിട്ട് മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ദക്ഷിണ ഗുജറാത്ത്, കിഴക്കൻ തമിഴ്നാട്, ഒഡീഷ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ ഉപദ്വീപീയ ഇന്ത്യ, ബീഹാർ, മധ്യപ്രദേശ്. ഇനി കനത്ത മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് പശ്ചിമ ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ, കിഴക്കൻ രാജസ്ഥാൻ, ഗുജറാത്ത്, ഡെക്കാൻ പീഠഭൂമി. നന്നായിട്ട് മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമ ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മു കാശ്മീർ, കിഴക്കൻ രാജസ്ഥാൻ, ഗുജറാത്ത്, ഡെക്കാൻ പീഠഭൂമി. ഇനി പരിമിതമായ അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നിവ ഉൾപ്പെടുന്ന ഉപദ്വീപീയ പ്രദേശങ്ങൾ, ലഡാക്ക് മേഖല, പശ്ചിമ രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ 50 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രമാണ് മഴ ലഭിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര എന്നിവ ഉൾപ്പെടുന്ന ഉപദ്വീപീയ പ്രദേശങ്ങൾ, ലഡാക്ക് മേഖല, പശ്ചിമ രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ 50 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്നു. നെക്സ്റ്റ്, മൺസൂൺ ഇന്ത്യയിലെ സാമ്പത്തിക ജീവിതം. ഇന്ത്യയുടെ കാർഷിക കാലചക്രത്തിൽ മുഴുവൻ അടിസ്ഥാനമായ കേന്ദ്ര അച്ചുതണ്ടാണ് മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തെ ആശ്രയിച്ച് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. എന്നാണ് പറയുന്നത്? ഇന്ത്യയുടെ കാർഷിക കാലചക്രത്തിൽ മുഴുവൻ അടിസ്ഥാനമായ കേന്ദ്ര അച്ചുതണ്ടാണ് മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. മൺസൂൺ കാലാവസ്ഥയിലുള്ള പ്രാദേശികമായ വ്യത്യാസങ്ങൾ വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നതിന് സഹായകരമാകുന്നുണ്ട്. മൺസൂൺ കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾ വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഓരോ വർഷവും വരൾച്ചയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം സംഭവിക്കാൻ ഇടയാക്കുന്നുണ്ട്. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലാണെങ്കിൽ വരൾച്ച ഉണ്ടായിരിക്കാം. ഇനി പെട്ടെന്നുള്ള മൺസൂണിന്റെ ആരംഭം ഇന്ത്യയിലെ ഒരു വലിയ പ്രദേശത്തെ മണ്ണൊലിപ്പിന് കാരണമാകുന്നു. പെട്ടെന്ന് മൺസൂൺ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മണ്ണൊലിപ്പിന് കാരണമാകുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, വീടുകളുടെ മാതൃക എന്നിവയിൽ ഇന്ത്യയിലെ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രതിഫലിക്കുന്നു. വൈവിധ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, വീടുകളുടെ മാതൃക എന്നിവയിലും ഇന്ത്യയിലെ ഈ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ആഗോളതാപനം. വൻതോതിലുള്ള വ്യവസായവൽക്കരണവും അന്തരീക്ഷത്തിൽ മലിനീകരണത്തിന് കാരണമായ വാതകങ്ങളുടെ സാന്നിധ്യവുമാണ് ആഗോള താപനത്തിന് കാരണം. അപ്പോൾ ആഗോള താപനത്തിന് കാരണം എന്താണ്? പ്രധാനമായിട്ടും വ്യവസായവൽക്കരണങ്ങളും ഈ ഒരു വ്യവസായങ്ങൾ മൂലം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇതിന് കാരണമായിട്ടുള്ള വാതകം ഉണ്ടല്ലോ, ഈ വാതകത്തിൻ്റെ സാന്നിധ്യവുമാണ് ആഗോള താപനത്തിന് കാരണം. മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്കണ്ഠ ഉളവാക്കുന്ന പ്രധാനപ്പെട്ട വാതകം. കാർബൺ ഡൈ ഓക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട്. വ്യവസായശാലകളിൽ നിന്ന് പുറപ്പെടുന്ന മറ്റ് വാതകങ്ങളുടെ സാന്നിധ്യങ്ങളൊക്കെ എന്താണ്? ആഗോള താപനത്തിന് കാരണമാകുന്നുണ്ട്. ഫോസിൽ ഇന്ധനം കത്തിക്കുന്നതിലൂടെ ഈ വാതകം വൻതോതിൽ അന്തരീക്ഷത്തിലെത്തും. ഫോസിൽ ഇന്ധനം കത്തിക്കുമ്പോൾ നന്നായിട്ട് ഈ ഒരു വാതകം അന്തരീക്ഷത്തിലെത്തുന്നുണ്ട്. അന്തരീക്ഷത്തിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകങ്ങളായ മീഥെയ്ൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് എന്നിവ ഹരിതഗൃഹ വാതകങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങൾ ഏതൊക്കെയാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകങ്ങളാണ് ഹരിതഗൃഹ വാതകങ്ങൾ. ഏതൊക്കെയാണ്? മീഥെയ്ൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ്. മീഥെയ്ൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് എന്നിവയാണ്. ഈ വാതകങ്ങൾ ആഗോള താപനത്തിന് ആക്കം കൂട്ടുന്നു. ഈ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ ദീർഘതരംഗങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ഹരിതഗൃഹ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിനും പര്യാപ്തമായവയാണ്. ഈ വാതകങ്ങൾ, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങളുണ്ടല്ലോ, കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ ദീർഘതരംഗങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ഹരിതഗൃഹ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിനും പര്യാപ്തമായവയാണ്. ഏതൊക്കെയാണ്? മീഥെയ്ൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്. മീഥെയ്ൻ, ക്ലോറോഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്. ഇനി ആഗോള താപനം മൂലം ധ്രുവങ്ങളിലെ ഹിമാവരണവും പർവ്വതങ്ങളിലെ ഹിമാനികൾ ഒരുങ്ങുന്നതിനും തന്മൂലം സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയരുന്നതിനും കാരണമാകുന്നു എന്ന് കരുതപ്പെടുന്നു. ആഗോള താപനം മൂലം എന്ത് സംഭവിക്കും? ധ്രുവങ്ങളിലെ ഹിമാവരണം അതുപോലെ തന്നെ പർവ്വതങ്ങളിലെ ഹിമാനികളും ഉരുകുന്നതും അതുമൂലം എന്ത് സംഭവിക്കും? സമുദ്രത്തിന്റെ ജലനിരപ്പ് ഉയരുന്നതിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ മൺസൂണും അതുപോലെ തന്നെ മഴയുമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. നെക്സ്റ്റ് നമുക്കിവിടെ എന്താണ്?
ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ പറയുന്നുണ്ട്. ഇപ്പം കാലാവസ്ഥാ തരങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസന്നമായ വരണ്ട കാലാവസ്ഥയോട് കൂടിയ മൺസൂൺ പ്രദേശം, വരണ്ട വേനലോട് കൂടിയ മൺസൂൺ കാലം, ഉഷ്ണമേഖല, സാവന്ന എന്നിവയൊക്കെ കാലാവസ്ഥാ തരങ്ങളാണ്. ഇനി പ്രസന്നമായ വരണ്ട കാലത്തോട് കൂടിയ മൺസൂൺ കാലാവസ്ഥ കാണപ്പെടുന്നത് ഗോവയ്ക്ക് തെക്കുള്ള ഇന്ത്യയുടെ പശ്ചിമ തീരത്താണ്. ഇനി വരണ്ട വേനലോട് കൂടിയ മൺസൂൺ കാലം കാണപ്പെടുന്നത് തമിഴ്നാടിൻ്റെ കൊറമാണ്ടൽ തീരത്താണ്. ഉഷ്ണമേഖല സാവന്ന കാണപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ മിക്കവാറും ഭാഗങ്ങളിലാണ്. ഇനി അർദ്ധ മരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഗുജറാത്ത്, പശ്ചിമ രാജസ്ഥാൻ, പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഉഷ്ണമരുഭൂമിയാണെങ്കിലോ പശ്ചിമ രാജസ്ഥാൻ. വരണ്ട ശൈത്യകാലത്തോട് കൂടിയ മൺസൂൺ ഗംഗാ സമതലം, കിഴക്കൻ രാജസ്ഥാൻ, വടക്കൻ മധ്യപ്രദേശ്, വടക്കിഴക്കൻ ഭാഗങ്ങൾ. നെക്സ്റ്റ് ചെറുവേനലോട് കൂടിയ തണുത്ത ആർദ്ര ശൈത്യകാലം അരുണാചൽ പ്രദേശ്. ധ്രുവീയ കാലാവസ്ഥ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സ്ഥലങ്ങളിലേക്കാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. കൊപ്പൻ മാതൃക പ്രകാരമുണ്ടോ ഇങ്ങനത്തെ കാലാവസ്ഥ മേഖലകളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടില്ല. നെക്സ്റ്റ് വരുന്ന ചാപ്റ്ററാണ് സ്വാഭാവിക സസ്യജാലങ്ങൾ. സ്വാഭാവിക സസ്യജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ള നാടാണ് ഇന്ത്യ. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥയിലെയും മണ്ണിൻ്റെയും വ്യത്യാസത്തിനനുസരിച്ച് ഇന്ത്യയിൽ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ വനങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര തരമുണ്ട്? 5 എണ്ണമാണ് അല്ലേ? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ അർദ്ധനിത്യഹരിത വനങ്ങൾ, പിന്നെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, പർവ്വതവനങ്ങൾ, കടലോര ചതുപ്പുനില വനങ്ങൾ. ഏതൊക്കെയാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, നിത്യഹരിത വനങ്ങൾ, പിന്നെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, പർവ്വതവനങ്ങൾ, കടലോര ചതുപ്പുനില വനങ്ങൾ. ഓക്കെ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ പടിഞ്ഞാറൻ ചെരുവുകളിലാണ് കാണപ്പെടുന്നത്. ശരാശരി വാർഷിക വർഷപാതം എത്രയാണ്? 200 സെന്റിമീറ്റർ ആണ്. ശരാശരി വാർഷിക വർഷപാതം 200 സെന്റിമീറ്റർ ആണ്. ഇനി വാർഷിക ശരാശരി ഊഷ്മാവ് നോക്കുകയാണെങ്കിൽ 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. 60 മീറ്റർ ഉയരത്തിലുള്ളവയാണ്. അതുപോലെ തന്നെ ഊട്ടി, അതായത് റോസ്വുഡ്, ആഞ്ഞിലി, അയനി, കരിമരുത്, എബിനി എന്നിവയ്ക്കാണ് ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ. ഇതൊക്കെയാണ് റോസ്വുഡ്, അതുപോലെ തന്നെ ആഞ്ഞിലി, കരിമരുത്, എബിനി എന്നിവയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവുകളിലാണ് കാണപ്പെടുന്നത്. ശരാശരി വാർഷിക വർഷപാതം 200 സെന്റിമീറ്റർ ആണ്. വാർഷിക ശരാശരി ഊഷ്മാവ് 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഉയരത്തിൽ എത്ര ഉയരത്തിന് മുകളിലാണ് കാണപ്പെടുന്നത്? എത്ര ഉയരത്തിലാണ് കാണപ്പെടുന്നത്? 60 മീറ്റർ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് അർദ്ധനിത്യഹരിത വനങ്ങൾ. അർദ്ധനിത്യഹരിത വനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ മഴ കുറഞ്ഞ ഭാഗങ്ങളിലാണ് അർദ്ധനിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നത്. മഴ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് അർദ്ധനിത്യഹരിത വനങ്ങൾ കാണപ്പെടാം. നിത്യഹരിത വനങ്ങളും ഇലക്കൊഴി മരങ്ങളും ഇടകലർന്ന വനപ്രദേശമാണിത്. അർദ്ധനിത്യഹരിത വനങ്ങൾ നിത്യഹരിത വനങ്ങളും ഇലക്കൊഴി മരങ്ങളും കലർന്നിട്ടുള്ള വനപ്രദേശമാണ്. പ്രധാനപ്പെട്ട മരങ്ങളാണ് വെള്ള അകിലും ഹൊള്ളോക്ക്, കൈൽ എന്നിവ. ഏതൊക്കെയാണ്? വെള്ള അകില്, അതുപോലെ തന്നെ ഹൊള്ളോക്ക്, കൈൽ എന്നിവ. നെക്സ്റ്റ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങൾ. ശരാശരി വർഷപാതം 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെയാണ്. ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങൾ 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെയാണ് കാണപ്പെടുന്നത്. ഈർപ്പമുള്ള ഇലപ്പൊഴിയും കാടുകളാണ്. ശരാശരി വർഷപാതം നോക്കുകയാണെങ്കിൽ 100 മുതൽ 200 സെന്റിമീറ്റർ വരെയാണ്. തേക്ക്, ചന്ദനം, സാൽ, നെല്ലി എന്നിവയൊക്കെയാണ് ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങളിൽ കാണപ്പെടുന്നത്. തേക്ക്, ചന്ദനം, സാൽ, നെല്ലി എന്നിവയാണ് ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങളിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വരണ്ട ഇലപ്പൊഴി വനങ്ങൾ. ശരാശരി വർഷപാതം 70 മുതൽ 100 സെന്റിമീറ്റർ വരെയാണ്. അതുപോലെ തന്നെ ടെൻഡുബെൽ എന്നീ മരങ്ങളും കാണപ്പെടുന്നു. നെക്സ്റ്റ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. 50 സെന്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണുന്നവയാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശമാണ്. ഈ വനങ്ങൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ് തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളും. പ്രധാന വൃക്ഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ബാബൂൽ, ബെർ, അതുപോലെ തന്നെ വൈൽഡ് ഡേറ്റ് പാം, ഗൈർ, വേപ്പ്, കേജരി, പാലാസ് എന്നിവയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പർവ്വതങ്ങളിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പർവ്വതവനങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പർവ്വതങ്ങളിൽ ഉയരം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഊഷ്മാവ് കുറയുന്നു. അപ്പോൾ അതിന് മുമ്പ് ഒന്നും കൂടി നമുക്കിവിടെ നോക്കി നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ പറഞ്ഞു അല്ലേ? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, അർദ്ധനിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങൾ, വരണ്ട ഇലപ്പൊഴി വനങ്ങൾ പറഞ്ഞു. നെക്സ്റ്റ് ഉഷ്ണമേഖല മുൾക്കാടുകൾ പറഞ്ഞു. നെക്സ്റ്റ് പർവ്വത വനങ്ങളാണ് വരുന്നത്. ഈ പർവ്വത വനങ്ങളിൽ വീണ്ടും ഒരു ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്.
അപ്പോൾ പർവ്വതവനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഉത്തര പർവ്വതവനങ്ങളുണ്ട്, ദക്ഷിണ പർവ്വതവനങ്ങളുമുണ്ട്. ഉത്തര പർവ്വതവനങ്ങൾ എന്ന് വെച്ചാൽ ഹിമാലയത്തിൻ്റെ താഴ്വാര പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഓക്ക്, ചെസ്റ്റ്നട്ട് എന്നിവ ഉത്തര പർവ്വതവനങ്ങളിൽ വരുന്നവയാണ്. ഓക്കും ചെസ്റ്റ്നട്ടും എന്നാണ് ഉത്തര പർവ്വതവനങ്ങളിൽ വരുന്നവയാണ്. 1500 മുതൽ 1750 മീറ്റർ വരെയാണ് കാണപ്പെടുന്നത്. എന്തൊക്കെയാണ്? പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും കാണപ്പെടുന്നുണ്ട്. പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 3000 മുതൽ 4000 മീറ്റർ വരെ സിൽവർ ഫിർ, സ്പ്രൂസ്, ബിർച്ച് എന്നിവ കാണപ്പെടുന്നു. അപ്പോൾ ഉത്തരപർവ്വതവനങ്ങൾ എന്ന് പറയുമ്പോൾ ഹിമാലയത്തിൻ്റെ താഴ്വാര പ്രദേശങ്ങളാണ്. ഓക്കും ചെസ്റ്റ്നട്ടും കാണപ്പെടുന്നു. 1500 മുതൽ 1750 മീറ്റർ വരെ പൈൻ മരങ്ങളും ദേവദാരു മരങ്ങളും കാണപ്പെടുന്നു. 3000 മുതൽ 4000 മീറ്റർ വരെ സിൽവർ ഫിർ, സ്പ്രൂസ്, ബിർച്ച് എന്നിവ കാണപ്പെടുന്നു. നെക്സ്റ്റ് ദക്ഷിണ പർവ്വതവനങ്ങൾ. പശ്ചിമഘട്ടം, നീൽഗിരി, വിന്ധ്യ പർവ്വതനിരകളിൽ കാണപ്പെടുന്നതാണ് ദക്ഷിണ പർവ്വത വനങ്ങൾ. പശ്ചിമഘട്ടം, നീലഗിരി, വിന്ധ്യ പർവ്വതനിരകളിൽ കാണപ്പെടുന്നവയാണ് ദക്ഷിണ പർവ്വതവനങ്ങൾ. 1500 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1500 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ മംഗോളിയ, ചിങ്കോണ, ലോറൽ, വാട്ടിൽ എന്നിവയാണ്. മംഗോളിയ, ചിങ്കോണ, ലോറൽ, വാട്ടിൽ എന്നിവയാണ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടലോര ചതുപ്പുനിലങ്ങൾ. കടലോര ചതുപ്പുനില വനങ്ങൾ. അപ്പോൾ കടലോര ചതുപ്പുനില വനങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ വളരെ സമ്പന്നമായ തണ്ണീർത്തട ആവാസ കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യയിൽ 3.9 മില്യൺ ഹെക്ടർ തണ്ണീർത്തടം ഭൂമിയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് പ്രധാനമായിട്ടും വരുന്ന 6 ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ പറഞ്ഞു, ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, അതുപോലെ തന്നെ ഉഷ്ണമേഖല ഇലപ്പൊഴി വനങ്ങളിൽ വരണ്ട ഇലപ്പൊഴി വനങ്ങൾ പറഞ്ഞു അല്ലേ. പിന്നെ പർവ്വത വനങ്ങൾ പറഞ്ഞു. പർവ്വത വനങ്ങളിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഉത്തര പർവ്വത വനങ്ങളെന്നും അതുപോലെ തന്നെ ദക്ഷിണ പർവ്വത വനങ്ങളെന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ കടലോര ചതുപ്പുനില വനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയിലെ വനപ്രദേശമാണ്. ഇന്ത്യയിലെ ആകെ ഭൂവിസ്തൃതിയുടെ 23.28% എന്താണ്? വനമാണ്. ഇന്ത്യയിലെ ആകെ ഭൂവിസ്തൃതിയുടെ 23.28% എന്താണ്? വനമാണ്. ഇനി വനപ്പച്ചയും യഥാർത്ഥ വനപ്രദേശവും. വനങ്ങളുടെ മേലാപ്പ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളെയാണ് വനപ്പച്ച എന്നറിയപ്പെടുന്നത്. വനങ്ങളുടെ മേലാപ്പ് ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് വനപ്പച്ച എന്നറിയപ്പെടുന്നത്. 2011 ഇന്ത്യ വന റിപ്പോർട്ട് പ്രകാരം 21.5% ഇന്ത്യയിലെ യഥാർത്ഥ വനപ്രദേശം എന്ന് പറയുന്നത്. ഇനി വനസംരക്ഷണം. ഇന്ത്യയിൽ രാജ്യവ്യാപകമായ വനസംരക്ഷണ നയങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. 1987 നവീകരിച്ച ദേശീയ വനത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ 33 പ്രദേശങ്ങളും വനപ്രദേശമാക്കുക. അതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ കേട്ടോ. ഇതൊക്കെയാണ് 1987 എന്താണ് നവീകരിച്ച ദേശീയ വന നയത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇതൊക്കെയാണ് ഇന്ത്യയുടെ 33% ഭൂപ്രദേശങ്ങളും വനപ്രദേശമാക്കുക, ആവാസ സന്തുലിതാവസ്ഥ തകർത്ത് പ്രദേശങ്ങളിൽ പരിസ്ഥിതി സ്ഥിരത ഉറപ്പാക്കുക, രാജ്യത്തിൻ്റെ സ്വാഭാവിക പൈതൃകവും ജൈവവൈവിധ്യവും സംരക്ഷിക്കുക, മണ്ണൊലിപ്പ് തടയുക, സാമൂഹ്യ വനവൽക്കരണത്തിൽ പങ്കാളികളാകുക. അപ്പോൾ ഇന്ത്യയിൽ 33% ഭൂപ്രദേശങ്ങൾ വനപ്രദേശമാക്കുക, അതുപോലെ തന്നെ ആവാസ സന്തുലിതാവസ്ഥ തകർത്ത പ്രദേശങ്ങളിൽ പരിസ്ഥിതി സ്ഥിരത ഉറപ്പാക്കുക, രാജ്യത്തിൻ്റെ സ്വാഭാവിക പൈതൃകവും ജൈവവൈവിധ്യവും സംരക്ഷിക്കുക, മണ്ണൊലിപ്പ് തടയുക, സാമൂഹ്യ വനവൽക്കരണത്തിൽ പങ്കാളികളാകുക. ഇതൊക്കെയായിരുന്നു 1987 പരിഷ്കരിച്ചിട്ടുള്ള ഈ ദേശീയ വനനയത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ സാമൂഹ്യ വനവൽക്കരണം എന്ന് വെച്ചാൽ? പാരിസ്ഥിതിക സാമൂഹിക ഗ്രാമവികസനങ്ങൾ ലക്ഷ്യമാക്കി തരിശുഭൂമിയിൽ വനവൽക്കരണവും നവസംരക്ഷണവും വനപരിപാലനവുമാണ് സാമൂഹ്യ വനവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പാരിസ്ഥിതിക സാമൂഹിക ഗ്രാമവികസനങ്ങൾ ലക്ഷ്യമാക്കി തരിശുഭൂമിയിൽ വനവൽക്കരണവും നവസംരക്ഷണവും വനപരിപാലനവുമാണ് സാമൂഹ്യ വനവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കൃഷിയിട വനവൽക്കരണം. എന്താണ് കൃഷിയിട വനവൽക്കരണം എന്ന് വെച്ചാൽ? കൃഷിഭൂമിയിൽ തന്നെ വാണിജ്യേതര ആവശ്യങ്ങളെ മുൻനിർത്തി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് കൃഷിയിട വനവൽക്കരണം എന്ന് പറയുന്നത്. കൃഷിഭൂമിയിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനെയാണ് കൃഷിയിട വനവൽക്കരണം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണം. രാജ്യത്ത് 92 ദേശീയ പാർക്കും 492 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഇതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്യജീവി സംരക്ഷണത്തിന് ആവിഷ്കരിച്ച പദ്ധതികൾ നോക്കാം. പ്രൊജക്ട് ടൈഗർ 1973 വന്നേലേ. കടുവകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ആദ്യം 9 കടുവാ സങ്കേതങ്ങളും പിന്നീട് അത് 27 കടുവാ സങ്കേതങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പ്രൊജക്ട് ടൈഗർ എന്ന് വെച്ചാൽ എന്താണ്? 1973 വന്നത്. കടുവകളുടെ സംരക്ഷണമാണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. 1992 പ്രൊജക്ട് എലഫൻറ്റ് പദ്ധതി തുടക്കം കുറിക്കുന്നത് 1992. അപ്പോൾ പ്രൊജക്ട് ടൈഗർ 1973, പ്രൊജക്ട് എലഫൻറ്റ് 1993. നെക്സ്റ്റ് 1992 തുടക്കം കുറിച്ചത്. നെക്സ്റ്റ് ജൈവമണ്ഡല കേന്ദ്രങ്ങൾ.
ഇന്ത്യയിലാണുള്ളത്. ഇതിൽ നീലഗിരി, നന്ദാദേവി, സുന്ദർബൻസ്, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവ യുനെസ്കോ അംഗീകരിച്ച ജൈവമണ്ഡല കേന്ദ്രങ്ങളാണ്. ജൈവമണ്ഡല കേന്ദ്രങ്ങൾ യുനെസ്കോ അംഗീകരിച്ചത് ഏതൊക്കെയാണ്? നീലഗിരി, നന്ദാദേവി, സുന്ദർബൻ, ഗൾഫ് ഓഫ് മാന്നാർ എന്നിവയാണ്. ഇനി നീലഗിരി ജൈവമണ്ഡല കേന്ദ്രങ്ങളിൽ ഓരോ ജൈവമണ്ഡല കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്ന കാരണം നമുക്ക് പഠിച്ചു വെച്ചിരിക്കണം. പ്രധാനപ്പെട്ട ജൈവമണ്ഡല കേന്ദ്രങ്ങൾ പറഞ്ഞു: നീലഗിരി, നന്ദാദേവി, സുന്ദർബൻസ്, അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മാന്നാർ എന്നിവയാണ്. ഇതിൽ നീലഗിരി ജൈവമണ്ഡല കേന്ദ്രങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളും വരയാടുകളും കൂടാതെ കടുവ, ആന, കരടി, പുലി, കാട്ടുപോത്ത് എന്നിവയും കാണപ്പെടുന്നു. നീലഗിരി ജൈവമണ്ഡല കേന്ദ്രങ്ങളിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളും വരയാടുകളും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ആന, കടുവ, കരടി, പുലി, കാട്ടുപോത്ത് എന്നിവയും കാണപ്പെടുന്നു. നെക്സ്റ്റ് നന്ദാദേവി ജൈവമണ്ഡല കേന്ദ്രം. നന്ദാദേവി ജൈവമണ്ഡല കേന്ദ്രത്തിൽ ഏതൊക്കെയാണ്? സ്നോ ലിയോപാഡ്, ബ്ലോക്ക് ബെയർ, മസ്ക് ഡിയർ എന്നിവ വളരുന്നു. എന്തൊക്കെയാണ്? സ്നോ ലിയോപാഡ്, ബ്ലോക്ക് ബെയർ, മസ്ക് ഡിയർ എന്നിവ വളരുന്നു. നെക്സ്റ്റ് സുന്ദർബൻ ജൈവമണ്ഡല കേന്ദ്രം. കണ്ടൽക്കാടുകൾ, വന്യജീവികൾ, ചതുപ്പുനിലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. സുന്ദർബൻ ജൈവമണ്ഡല കേന്ദ്രം കണ്ടൽക്കാടുകൾ, വന്യജീവികൾ, ചതുപ്പുനിലങ്ങൾ എന്നിവ കാണപ്പെടുന്നു. നെക്സ്റ്റ് ഗൾഫ് ഓഫ് മാന്നാർ. ദ്വീപുകളും കടൽപ്പുറങ്ങളും കാടുകളും കടൽ പവിഴപ്പുറ്റുകളും ചതുപ്പുനിലങ്ങളും കണ്ടൽക്കാടുകളും അടങ്ങിയ പ്രദേശമാണ്. വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കടൽ പശുവിടെ കാണപ്പെടുന്നു. ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുമ്പോൾ ദ്വീപുകളും കടൽപ്പുറങ്ങളും കാട്, കടൽ പവിഴപ്പുറ്റ്, അതുപോലെ തന്നെ ചതുപ്പുനിലങ്ങൾ, കടൽക്കാടുകളൊക്കെ അവിടെ കാണപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന കടൽ പശുവിടെ കാണപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ജൈവമണ്ഡല കേന്ദ്രങ്ങൾ ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നെക്സ്റ്റ് 6ാമത്തെ ചാപ്റ്റർ മണ്ണാണ്. ശിലാവസ്തുക്കളും ജൈവവസ്തുക്കളും കൂടിച്ചേർന്ന ഭൗമ ഉപരിതലത്തിൽ ഇളകി കാണപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് മണ്ണ് എന്നറിയപ്പെടുന്നത് അല്ലേ. മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, മാതൃശില, കാലാവസ്ഥ, സസ്യജാലങ്ങളും ജീവജാലങ്ങളും, കാലം, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ. ഏതൊക്കെയാണ്? ഭൂപ്രകൃതി, മാതൃശില, കാലാവസ്ഥ, സസ്യജാലങ്ങളും ജീവജാലങ്ങളും, കാലം, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിലെന്താണ് സോയിൽ ഹോറിസോൺ എന്ന് വെച്ചാൽ? സോയിൽ ഹോറിസോൺ എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ചാൽ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ്. ഇനി അതായത് ഉള്ളിലുള്ള പാളി എന്ന് പറയുമ്പോൾ ജൈവവസ്തുക്കൾ, ധാതുക്കൾ, പോഷകാംശം, ജലം എന്നിവ ഇടകലർന്നാണ് കാണപ്പെടുന്നത്. അതെ, ഓക്കെ. ഉള്ളിലുള്ള പാളിയിൽ ജൈവവസ്തുക്കളും ധാതുക്കളും പോഷകാംശം, ജലം എന്നിവ കാണപ്പെടുന്നു. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലുള്ള പാളിയായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്കും സിക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് ബി പാളി എന്ന് പറയുന്നത്. ഇനി സി എന്ന് വെച്ചാൽ മനുഷ്യശിലയുടെ അംശങ്ങൾ ഇളകി കാണപ്പെടുന്നു. ഇവിടെയാണ് മണ്ണ് രൂപീകരിക്കുന്നതിൻ്റെ ആദ്യഘട്ടം. ഇതിനും താഴെയായിട്ട് മാതൃശില കാണപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഏറ്റവും ഉള്ളിലുള്ള പാളിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ജൈവവസ്തുക്കളും ധാതുക്കളും പോഷകാംശം, ജലമൊക്കെ ഉണ്ടായിരിക്കും. ഇനി അതിന് പുറമേയുള്ള പാളി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് മണ്ണ് രൂപീകരിക്കുന്നതിൽ, അതായത് അവിടെ മാതൃശിലൊക്കെ കാണപ്പെടുന്നുണ്ട് ഇതിനിടയിലൊക്കെ ആയിട്ട്. നെക്സ്റ്റ് ഉത്ഭവം, നിറം, ഉള്ളടക്കം, സ്ഥാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ICAR ഇന്ത്യൻ മണ്ണിനങ്ങളെ 8 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്: എക്കൽ മണ്ണ്, കറുത്ത മണ്ണ്, ചുവന്നതും മഞ്ഞ നിറത്തിലുള്ളതുമായിട്ടുള്ള മണ്ണ്, ചെങ്കൽ മണ്ണ്, വരണ്ട മണ്ണ്, ലവണ മണ്ണ്, പീറ്റ് മണ്ണ്, വനമണ്ണ് എന്നിവയാണ്. എന്താണ് എക്കൽ മണ്ണ് എന്ന് പറയുമ്പോൾ? ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ് അല്ലേ. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും എക്കൽ മണ്ണ് കാണപ്പെടുന്നു. അതുപോലെ തന്നെ റിഗർ മണ്ണ്, ചർണോസം എന്നിവയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? എക്കൽ മണ്ണാണ്. അപ്പോൾ റിഗർ മണ്ണെന്നും കറുത്ത പരുത്തി മണ്ണെന്ന് വിളിക്കുന്നത് എക്കൽ മണ്ണിനെയാണ്. റിഗർ മണ്ണും കറുത്ത പരുത്തി മണ്ണെന്ന് വിളിക്കുന്നതും എക്കൽ മണ്ണിനെയാണ്. അപ്പോൾ എക്കൽ മണ്ണ് ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കറുത്ത പരുത്തി മണ്ണ് എന്ന് വെച്ചാൽ എന്താണ്? റിഗർ ചർണോസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് കരിമണ്ണ്. കൃഷിക്ക് വളരെ അനുയോജ്യമാണ്, പ്രത്യേകിച്ചും പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. അതിനാൽ തന്നെ പരുത്തി മണ്ണെന്ന് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ചുവന്നതും മഞ്ഞ നിറത്തിലുമുള്ളതുമായിട്ടുള്ള മണ്ണ്. ശിലകളിൽ നിന്നും വേർപ്പെടുന്ന ഇരുമ്പിൻ്റെ സാന്നിധ്യം മൂലമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം ഉണ്ടാകുന്നത്. അതായത് ചെമ്മണ്ണുണ്ടല്ലോ, ചെമ്മണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? ചുവപ്പ് കളറാണ് അല്ലേ. ഈ ചുവപ്പിൻ്റെ കളറിന് കാരണം ചോദിക്കണമെങ്കിൽ എന്താണ്? അവിടെ ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ്. ഇനി ഫലഭൂയിഷ്ടമായ മണ്ണിനമാണ് ജൈവാംശം, ഫോസ്ഫറസ്, നൈട്രജൻ എന്നിവ ഇവിടെ കുറവാണ്. ഈ ചുവപ്പ് മണ്ണിൽ ജൈവാംശവും ഫോസ്ഫറസും നൈട്രജനും കുറവായിരിക്കും. നെക്സ്റ്റ് ചെങ്കൽ മണ്ണ്. കൂടിയ മഴയും ഉയർന്ന ഊഷ്മാവും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ മണ്ണ് രൂപപ്പെടുക. നന്നായിട്ട് മഴയും നല്ല താപനിലയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ മണ്ണ് കാണപ്പെടുക. വീട് നിർമ്മാണത്തിനായിട്ട് ലാറ്ററൈറ്റ് മണ്ണിനെ വെട്ടുകല്ലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ലാറ്ററൈറ്റ് മണ്ണെന്ന് വെച്ചാൽ ചെങ്കൽ മണ്ണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണിനെ വെട്ടുകല്ലായിട്ട് ഉപയോഗിക്കാറുണ്ട്. കശുവണ്ടി കൃഷിക്ക് അനുയോജ്യമാണ് ചെങ്കൽ മണ്ണ്. നെക്സ്റ്റ് ലവണ മണ്ണ്. ലവണ മണ്ണിനെ ഊഷര മണ്ണെന്ന് വിളിക്കുന്നുണ്ട്. സസ്യ വളർച്ചയ്ക്ക് അനുയോജ്യമല്ലാത്ത മണ്ണാണ് ലവണ മണ്ണ്.
ലവണ മണ്ണിൽ എന്തായിരിക്കും ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും, അതിനാൽ തന്നെ അവിടെ സസ്യങ്ങൾ വളരില്ല. നെക്സ്റ്റ് പീറ്റ് മണ്ണ്. ഉയർന്ന മഴയും കൂടുതൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് ഈ മണ്ണ് കാണപ്പെടുക. നല്ല മഴയും നല്ല ഈർപ്പമുള്ള സ്ഥലങ്ങളിലാണ് പീറ്റ് മണ്ണ് കാണപ്പെടുക. അതായത് ചതുപ്പ് നിലങ്ങളിലൊക്കെയാണ് ഈ പീറ്റ് മണ്ണ് കാണപ്പെടുക. ഇവിടെ സസ്യജാലങ്ങൾ നന്നായിട്ട് വളരും. അതുപോലെ തന്നെ കറുപ്പ് നിറത്തിലാണ് ഈ മണ്ണ് കാണപ്പെടുന്നത്. പീറ്റ് മണ്ണ് കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വനമണ്ണ്. മഴ നന്നായി ലഭിക്കുന്ന പർവ്വത പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണാണ് വനമണ്ണ്. പർവ്വത പരിസ്ഥിതിയെ ആശ്രയിച്ച് ഈ മണ്ണിൻ്റെ ഘടനയിലും തരിവലുപ്പത്തിലും വ്യത്യാസമുണ്ടാകുന്നു. താഴ്വരകളിൽ ഈ മണ്ണിനും ഫലഭൂയിഷ്ഠതയുണ്ട്. താഴ്വരകളിൽ നോക്കുകയാണെങ്കിലും ഈ മണ്ണിന് ഫലഭൂയിഷ്ഠത ഉണ്ടായിരിക്കും. നെക്സ്റ്റ് മണ്ണിൻ്റെ അപചയം. അശാസ്ത്രീയമായ ഉപയോഗവും മണ്ണൊലിപ്പ് മൂലം മണ്ണിൻ്റെ പോഷക നിലവാരവും കനവും കുറയുന്നതിൻ്റെ ഫലമായി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടമാകുന്നതാണ് ഈ മണ്ണിൻ്റെ അപചയം എന്ന് പറയുന്നത്. എന്താണ് മണ്ണിൻ്റെ അപചയം എന്ന് വെച്ചാൽ, അതായത് മണ്ണിൻ്റെ പോഷക നിലവാരം കുറയുക, അതായത് അതിലെ ഫലഭൂയിഷ്ഠത നഷ്ടമാകുക. ഇതിനെയാണ് മണ്ണിൻ്റെ അപചയം എന്ന് പറയുന്നത്. അപ്പോൾ അശാസ്ത്രീയമായ ഉപയോഗവും മണ്ണൊലിപ്പും മൂലം മണ്ണിൻ്റെ പോഷക നിലവാരവും അതുപോലെ തന്നെ കനം കുറയുന്നതിൻ്റെ ഫലമായിട്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടമാകുന്നതിനെയാണ് മണ്ണിൻ്റെ അപചയം എന്ന് പറയുന്നത്. അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം, പിന്നെ മണ്ണൊലിപ്പ് മൂലം മണ്ണിൻ്റെ പോഷക നിലവാരം കുറയുക, കനം കുറയുക, അതുപോലെ തന്നെ ഫലഭൂയിഷ്ഠത നഷ്ടമാകുന്നതിനെയാണ് മണ്ണിൻ്റെ അപചയം എന്ന് പറയുന്നത്. ഇനി എന്താണ് മണ്ണൊലിപ്പ്? മണ്ണിൻ്റെ ആവരണത്തിനുണ്ടാകുന്ന തകർച്ചയാണ് മണ്ണൊലിപ്പ് എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള മണ്ണൊലിപ്പിൻ്റെ പ്രധാന ഉത്തരവാദിത്തം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് മണ്ണൊലിപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്താണ് മനുഷ്യന്മാരും കൂടെ ഇടപെടൽ കൂടി അവിടെ വരുന്നുണ്ട് അല്ലേ. എന്താണ് വനങ്ങളും നൈസർഗിക സസ്യജാലങ്ങളും കൃഷിക്കായും വാസസ്ഥലങ്ങൾക്കായും മൃഗങ്ങളുടെയും മേച്ചിൽപ്പുറങ്ങളായിട്ടും മനുഷ്യൻ മാറ്റിയെടുക്കുന്നു. വനങ്ങളും സസ്യജാലങ്ങളൊക്കെ കൃഷിക്കായിട്ടും വാസസ്ഥലങ്ങൾക്കായിട്ടും അതുപോലെ തന്നെ മൃഗങ്ങൾക്കുള്ള മേച്ചിൽപ്പുറങ്ങളായിട്ടും മനുഷ്യൻ മാറ്റിയെടുക്കുന്നു. ഇതൊക്കെ എന്താണ് മണ്ണൊലിപ്പ് ആവുന്നതിന് കാരണമാകുന്നുണ്ട് അല്ലേ, മണ്ണൊലിപ്പിന് കാരണമാകുന്നുണ്ട്. ഇനി വിവിധ തരത്തിലുള്ള മണ്ണൊലിപ്പുണ്ട്. സമതല പ്രദേശങ്ങളിൽ നോക്കുകയാണെങ്കിൽ നല്ല മഴ ഇതിന് ശേഷം ഉണ്ടാകുന്ന പാളികളായിട്ടുള്ള അപരദനം അത്ര ശ്രദ്ധിക്കപ്പെടാറില്ല. എന്നാൽ ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് ഒലിച്ചു പോകുന്നത് അപകടകരമാണ്. കുത്തനെയുള്ള ചെരിവുകളിൽ ചാലിക്കേറിയുള്ള അപരദനമാണ് നടക്കുന്നത്. മഴ പെയ്യുന്നതിനനുസരിച്ച് ചാലുകളുടെ വലിപ്പം കൂടും. ഇത് ഭൂമികളെ തുണ്ടുഭൂമികളാക്കുകയും കൃഷിയോഗ്യമല്ലാതാക്കുകയും ചെയ്യുന്നു. ആഴമുള്ള ചാലുകളുള്ള ഭൂപ്രദേശത്തെ ബേഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നാണ് വിളിക്കുന്നത്. ആഴമുള്ള ചാലുകളുള്ള പ്രദേശത്തെ ബേഡ് ലാൻഡ് ടോപ്പോഗ്രഫി എന്നാണ് വിളിക്കുന്നത്. ചമ്പൽ താഴ്വര തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കാണപ്പെടുന്നു. ചമ്പൽ താഴ്വരയിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ഈ മണ്ണൊലിപ്പിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സമതല പ്രദേശങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാളികളായിട്ടുള്ള അപരദനമാണ് കാണപ്പെടുന്നത്. അതധികം ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് പോകുകയാണെങ്കിൽ എന്താണ്, അത് നല്ല അപകടകരമാണ്. അതുപോലെ തന്നെ കുത്തിനെയുള്ള ചെരുവുകളിലാണെങ്കിൽ ചാലി കയറിയിട്ടുള്ള അപരദനമാണ് നടക്കുന്നത്. എന്നാൽ തന്നെ അവിടെ എന്താണ് തുണ്ടുഭൂമികളായിട്ട് മാറും. അതുപോലെ തന്നെ അത് കൃഷിയോഗ്യമല്ലാതാകും. ഇനി ആഴമുള്ള ചാലുകളുള്ള പ്രദേശത്തെയാണ് ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് വിളിക്കുന്നത്. ചമ്പൽ താഴ്വര തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് മണ്ണൊലിപ്പിനുള്ള കാരണങ്ങൾ. വനനശീകരണം, അമിത ജലസേചനം, രാസവളങ്ങളുടെ ഉപയോഗം, അശാസ്ത്രീയമായ കൃഷിരീതികൾ. ഏതൊക്കെയാണ്? വനനശീകരണം, അമിത ജലസേചനം, രാസവളങ്ങളുടെ ഉപയോഗം, പിന്നെ അശാസ്ത്രീയമായ കൃഷിരീതികളും. ഇനി മണ്ണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കോണ്ടൂർ ബഡിങ് ചെയ്യാം, കോണ്ടൂർ ടെറസിങ് ചെയ്യാം, നിയന്ത്രിത വനവൽക്കരണം, നിയന്ത്രിത കന്നുകാലി മേക്കൽ, മിശ്ര കൃഷി, വിള പരിവൃത്തി എന്നിവയ്ക്കാണ് മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് കോണ്ടൂർ ബഡിങ്, കോണ്ടൂർ ടെറസിങ്, നിയന്ത്രിത വനവൽക്കരണം, നിയന്ത്രിത കന്നുകാലി മേക്കൽ, മിശ്ര കൃഷി, വിള പരിവൃത്തി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററാണ് പ്രകൃതിക്ഷോഭങ്ങളും പ്രകൃതി ദുരന്തങ്ങളും. മനുഷ്യൻ്റെ നിയന്ത്രണത്തിനപ്പുറം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ കടന്നു വരുന്ന ക്ഷണനേരം കൊണ്ട് ജീവനും സ്വത്തിനും നാശം വിതയ്ക്കുന്നതാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഈ പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് വർഗീകരിക്കാൻ പറ്റും. അന്തരീക്ഷജന്യം, ഭൗമജന്യം, ജലജന്യം, ജൈവദുരന്തങ്ങൾ എന്ന. അന്തരീക്ഷജന്യത്തിലാണ് ഹിമക്കാറ്റ്, ഇടിമിന്നലോട് കൂടിയ മഴ, ടൊർണാഡോ, ഉഷ്ണമേഖല ചുഴലിക്കാറ്റ്, വരൾച്ച, ആലിപ്പഴ മഴ, ഹിമം, പിന്നെ ഉഷ്ണതരംഗം അഥവാ ലൂ ശൈത്യതരംഗങ്ങൾ എന്നിവയൊക്കെ. ഇനി ഭൗമജന്യമാണെങ്കിൽ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ഉരുൾപൊട്ടൽ, അവലാഞ്ചസ്, മണ്ണൊലിപ്പ് എന്നിവയൊക്കെ എന്താണ്? ഭൗമജന്യമാണ്. ജലജന്യമാണെങ്കിലോ വെള്ളപ്പൊക്കം, വേലിയേറ്റ തരംഗം, സമുദ്രജല പ്രവാഹം, കടലേറ്റം, സുനാമി എന്നിവയൊക്കെ എന്താണ്? ജലജന്യമായിട്ടുള്ളതാണ് അല്ലേ. ഇനി ജീവദുരന്തങ്ങളാണെങ്കിലോ എന്താണ്? തിങ്ങി വളരുന്ന സസ്യജന്തുജാലങ്ങൾ, കീടബാധ, ഫംഗസ്, പക്ഷിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ വൈറസ് ജന്യ രോഗങ്ങളൊക്കെ എന്താണ്? ജൈവദുരന്തങ്ങളിൽ വരുന്നവയാണ്. അന്തരീക്ഷജന്യം എന്ന് വെച്ചാൽ ഈ കാറ്റും മഴയൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. ഇനി ഭൗമജന്യം എന്ന് വെച്ചാൽ ഭൂമിയുടെ അന്തർഭാഗത്ത് അഗ്നിപർവ്വത സ്ഫോടനം, ഉരുൾപൊട്ടൽ എന്നിവയൊക്കെ ഭൂകമ്പമൊക്കെ എന്താണ്? ഭൗമജന്യമാണ്. ഇനി ജലജന്യം എന്ന് വെച്ചാൽ ജലവുമായി ബന്ധപ്പെട്ട് വരുന്ന വെള്ളപ്പൊക്കം, വലിയൊരു തരംഗം, സമുദ്രജല പ്രവാഹം എന്നിവയൊക്കെയാണ്. ഇനി ജൈവദുരന്തങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ വൈറസ് മൂലമുണ്ടാകുന്നതൊക്കെ എന്താണ്? ജൈവദുരന്തങ്ങളിൽ വരുന്നവയാണ്.
നെക്സ്റ്റ് ഇന്ത്യയിലെ പ്രകൃതി ദുരന്തങ്ങളും പ്രക്ഷോഭങ്ങളും പറയുന്നുണ്ട്. ഇന്ത്യയെ 5 ഭൂകമ്പ മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. വളരെ ഉയർന്ന വിനാശ സാധ്യത മേഖല, ഉയർന്ന വിനാശ സാധ്യത മേഖല, മിതമായ വിനാശ സാധ്യത മേഖല, കുറഞ്ഞ വിനാശ സാധ്യത മേഖല, വളരെ കുറഞ്ഞ വിനാശ സാധ്യത മേഖല എന്നിങ്ങനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഭൂകമ്പ ദുരന്ത ലഘൂകരണം, ഭൂകമ്പ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, ഭൂകമ്പ സാധ്യത ഭൂപടങ്ങൾ നിർമ്മിക്കുകയും ഭൂകമ്പത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക, ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ നിർമ്മാണ മാതൃകകളിൽ ആവശ്യമായ മാറ്റം വരുത്തുക എന്നിവയ്ക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലേ. നെക്സ്റ്റ് സുനാമി. ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാരണം സമുദ്ര അടിത്തട്ട് വളരെ പെട്ടെന്ന് ചലിക്കുകയും അത് സമുദ്രജലത്തിൽ സ്ഥാനചലനം ഉണ്ടാക്കുകയും കൂറ്റൻ തിരമാലകൾ ചെയ്യുന്നതാണ് സുനാമി. എന്താണ്? ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കാരണം സമുദ്രത്തിൻ്റെ അടിത്തട്ട് പെട്ടെന്ന് ചലിക്കും. അപ്പോൾ എന്താണ്? സ്ഥാനചലനം സംഭവിക്കും. അങ്ങനെ കൂറ്റൻ തിരമാലകൾ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് സുനാമി എന്ന് പറയുന്നത്. തീരപ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഈ കൂറ്റൻ തിരമാലകൾ മൂലം ഉണ്ടാകാറുണ്ട്. നെക്സ്റ്റ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗത്തായി ബംഗാൾ ഉൾക്കടലിലും പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലിലുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗത്തായി ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടുള്ള അറബിക്കടലിലുമാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. നെക്സ്റ്റ് വെള്ളപ്പൊക്കം. ആസാം, പശ്ചിമ ബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് രൂക്ഷമായ പ്രളയം നേരിടുന്നത്. പഞ്ചാബിലും ഉത്തർപ്രദേശിലെ നദികൾ കര കവിഞ്ഞൊഴുകിയ പ്രളയം സൃഷ്ടിക്കാറുണ്ട്. രാജസ്ഥാൻ, ഗുജറാത്ത്, ഒഡീഷ എന്നിവിടങ്ങളിലും പ്രളയക്കെടുതി അനുഭവപ്പെടാറുണ്ട്. പ്രളയ സാധ്യത പ്രദേശങ്ങളിൽ തടങ്ങളും മറ്റും നിർമ്മിക്കുക, നീരൊഴുക്ക് തടയാൻ ഡാം നിർമ്മിക്കുക, വനവൽക്കരണം, കെട്ടിട സമുച്ചയങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയ പരിഹാര മാർഗ്ഗങ്ങൾ പ്രളയം മൂലമുള്ള നാശനഷ്ടങ്ങളുടെ അളവ് ലഘൂകരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഫ്ലാഷ് ഫ്ലഡ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക, പ്രളയ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക തുടങ്ങിയ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വരൾച്ച. മഴയുടെ അപര്യാപ്തത, അമിത നിരക്കിലുള്ള ബാഷ്പീകരണം, ജലസംഭരണികളിൽ നിന്നും ഭൂജലത്തിൻ്റെയും അമിതമായ വിനിയോഗം എന്നിവ മൂലം ജലലഭ്യതയിൽ വളരെ കുറവ് വരുമ്പോഴാണ് വരൾച്ച ഉണ്ടാകുന്നത്. മഴയുടെ അപര്യാപ്തത, അമിത നിരക്കിലുള്ള ബാഷ്പീകരണം, ജലസംഭരണികളിൽ നിന്നും ഭൂജലത്തിൻ്റെയും അമിത വിനിയോഗം എന്നിവ മൂലം ജലലഭ്യതയിൽ കുറവ് വരുമ്പോഴാണ് വരൾച്ച ഉണ്ടാകുന്നത്. ഇനി വിവിധ ഇനം വരൾച്ചകളുണ്ട്. കാലാവസ്ഥാപരമായ വരൾച്ച, കാർഷിക വരൾച്ച, ജലബിംശോഷണ വരൾച്ച, ആവാസപരമായിട്ടുള്ള വരൾച്ച എന്നിവയൊക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. ഇനി ഇന്ത്യയിലെ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? അതിരൂക്ഷ വരൾച്ചാ ബാധിത പ്രദേശങ്ങളാണ് ആരവല്ലി കുന്നുകളുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായിട്ടുള്ള ഇതൊക്കെയാണ് ഗുജറാത്തിലെ മരുസ്ഥലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് പ്രദേശങ്ങളൊക്കെ എന്താണ്? വരൾച്ച ബാധിത പ്രദേശങ്ങളാണ്. രാജസ്ഥാനും ഗുജറാത്തൊക്കെ വരുന്നുണ്ട് അല്ലേ. ആരവല്ലി കുന്നുകളുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ, മരുസ്ഥലി, ഗുജറാത്തിലെ കച്ച് പ്രദേശങ്ങൾ എന്നിവയ്ക്ക് എന്താണ്? ഈ അതിരൂക്ഷ വരൾച്ച ബാധിത പ്രദേശങ്ങളാണ്. ഇനി കിഴക്കൻ രാജസ്ഥാനെ ഭാഗങ്ങളും മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഇനി മിതമായ വരൾച്ച ബാധിത പ്രദേശങ്ങളാണ് രാജസ്ഥാനിലെ വടക്ക് ഭാഗങ്ങൾ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവയൊക്കെ. നെക്സ്റ്റ് ഉരുൾപൊട്ടൽ ദുർബല മേഖലകളാണ് അല്ലേ. വളരെ ഉയർന്ന ദുർബല മേഖലമായിട്ടുള്ള ഹിമാലയ പർവ്വത പ്രദേശങ്ങൾ, ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ, കുത്തനെ ചെരിവും ഉയർന്ന മഴ ലഭിക്കുന്നതുമായിട്ടുള്ള പശ്ചിമഘട്ടം, നീലഗിരി, വടക്കു കിഴക്കൻ മേഖലകൾ ഉയർന്ന ദുർബല മേഖലകളാണ്. നെക്സ്റ്റ് എല്ലാ ഹിമാലയൻ സംസ്ഥാനങ്ങളും ആസാം സമതലം ഒഴികെയുള്ള എല്ലാ വടക്കിഴക്കൻ പ്രദേശങ്ങളും ഈ വിഭാഗത്തിൽ വരുന്നുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യത മിതമോ കുറഞ്ഞതായിട്ടുള്ള മേഖല എന്ന് പറയുമ്പോൾ കുറഞ്ഞ തോതിൽ മഴ ലഭിക്കുന്ന ട്രാൻസ് ഹിമാലയൻ പ്രദേശങ്ങളായ ലഡാക്ക്, സ്പിറ്റി, പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും മഴനിഴൽ പ്രദേശങ്ങൾ, ലഡാക്ക്, പീഠഭൂമി, ആരവല്ലി എന്നിവയാണ്. നെക്സ്റ്റ് ഉരുൾപൊട്ടൽ. റോഡ്, അണക്കെട്ട് തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും നിയന്ത്രണം, നിമിതമായ ചെരുവുകളിൽ മാത്രം കൃഷി പരിമിതപ്പെടുത്താം, ഉയർന്ന അപകട സാധ്യത മേഖലകളിൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രണം, വനവൽക്കരണം തുടങ്ങിയവ എന്നിവയൊക്കെയാണ്. ഇനി ദുരന്ത നിവാരണ ബില്ല് കൊണ്ടുവന്നതാണ് 2005. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഹൈപ്പ് ചെയ്യാം. നമുക്കിതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് എടുത്തു തരാം കേട്ടോ.